അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ ദാസി സിസ്റ്റർ മേരിക്കുട്ടി അലക്സ് ആണ്. തൻ്റെ ജീവിതാനുഭവം നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തരേണ്ടതിന് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ മേരിക്കുട്ടി അലക്സിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ അരോമ ടി വിയിൽ എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ ദേവദാസിനോടുള്ള നന്ദിയും വന്ദനത്തെയും ആദ്യം തന്നെ അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ് നിങ്ങളെ കുടുംബമായി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ രാജസ്ഥാനിൽ നിന്നും ജാലാവാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഫിലദൽഫിയ ചർച്ചിനോട് അനുബന്ധിച്ച് കർത്താവിൻ്റെ പേരുള്ള ബന്ധത്തിൽ ഞങ്ങളിവിടെ ആയിരിക്കുന്നു. കുടുംബമായി ഞങ്ങളിവിടെ ആയിരിക്കുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനൊരു പാട്ടിൻ്റെ 4 വരി പാടിക്കൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുവാനിട ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. ഹല്ലേലൂയ. ഞാനേതുമില്ല, ഞാനൊന്നുമില്ല, ഞാനാകുന്നതോ കൃപയാ. ഞാനേതുമില്ല, ഞാനൊന്നുമില്ല, ഞാനാകുന്നതോ കൃപയാ. എന്നാരോഗ്യവും എന്നന്മകളും എന്നുയർച്ചകളും കൃപയാ. എന്നാരോഗ്യവും എന്നന്മകളും എന്നുയർച്ചകളും കൃപയാ. ഇതുവരെ വന്നതും നിൽക്കുന്നതും പൊന്നേശുവിൻ കൃപയാൽ. ഇതുവരെ വന്നതും നിൽക്കുന്നതും പൊന്നേശുവിൻ കൃപയാൽ. എൻ കഴിവല്ല, എൻ പ്രവൃത്തിയല്ല, പൊന്നേശുവിൻ കൃപയാൽ. ഞാനേതുമില്ല, ഞാനൊന്നുമില്ല, ഞാനാകുന്നതോ കൃപയാ. ഞാനേതുമില്ല, ഞാനൊന്നുമില്ല, ഞാനാകുന്നതോ കൃപയാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയാണ്, നന്ദി അർപ്പിക്കുകയാണ്. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ ദേവദാസിനോട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുകയാണ്. ഞാൻ അരോമ ടി വിയുടെ ഈ സാക്ഷ്യങ്ങളൊക്കെ എല്ലാ ദിവസവും എന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ കൂടുതലും കാണാറുണ്ടായിരുന്നു. അത് എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. പല സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ പൊട്ടിക്കരയുന്നൊരവസ്ഥ ഉണ്ടായി തീർന്നിട്ടുണ്ട്. അത്രയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ജീവിതത്തിൽ നമ്മുടെ അനുഭവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അത് വളരെ ഒരു ദൈവപ്രവൃത്തിയാണല്ലോ എന്ന് ഓർക്കുവാനും ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയായിരുന്നെങ്കിൽ. ഒരു ഭയവും ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ സമയമായപ്പോൾ എല്ലാം ദൈവം നന്നായി ചെയ്തു. നന്ദി പാസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ വയനാട്ടിൽ നിന്നും 2-3 എൻ്റെ സഹോദരങ്ങൾ ഇതിനകത്ത് സാക്ഷ്യം പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാനിടയായി തീർന്നിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ പുനലൂരിനടുത്ത് കുറ്റിക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സ്വന്തം സ്ഥലം. ഞാൻ ജനിച്ചു വളർന്നത് അവിടെ. ഞാൻ ക്രിസ്തീയ മാതാപിതാക്കളാൽ ജനിച്ച് വളർത്തപ്പെടുവാൻ തക്കണം ദൈവം എനിക്കിടയാക്കി തീർത്തു. എൻ്റെ ബാല്യകാലം എൻ്റെ പിതാവും മാതാവും അവർ കൃഷിപ്പണിക്കാരൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് എനിക്ക് ജനിച്ച് വളർത്തപ്പെടുവാൻ തക്കണം ഇടയായി തീർന്നത്. എന്നാൽ എൻ്റെ പിതാവിൻ്റെ ഒരു സാക്ഷ്യം ആദ്യം ഒന്ന് പറഞ്ഞു
പിതാവിൻ്റെ സ്വന്തം സ്ഥലം വിളക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ CSI മാതാപിതാക്കളാൽ ജനിച്ച് വളർത്തപ്പെടുവാൻ തക്കോണം എൻ്റെ പിതാവിനിടയായി തീർന്നു. അവർ 4 സഹോദരങ്ങളാണ്, ആൺമക്കളാണ്. അതിൽ 3-ാമത്തെ ആളാണ് എൻ്റെ പിതാവ്. എൻ്റെ പിതാവിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. അങ്ങനെ ആ 4 പേരും അനാഥരായി വളരുന്നൊരു സാഹചര്യമായിരുന്നു അവരുടെ ചെറുപ്രായം. അങ്ങനെ ആ സമയത്ത് എൻ്റെ പിതാവിന് മറ്റുള്ള ഹൈന്ദവരായിരിക്കുന്ന ആൾക്കാരുടെ ഭവനങ്ങളിലൊക്കെയും അങ്ങനെ താമസിച്ചു, കടകളിലൊക്കെ താമസിച്ചു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വളർന്നു വന്നൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഒരു ദൈവമില്ല എന്നുള്ളൊരു അന്തരീക്ഷത്തിൽ വളർന്നു വന്നു. ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ മാതാപിതാക്കളെ ഞങ്ങളെ ചെറുപ്രായത്തിൽ തന്നെ എടുക്കുകയില്ലായിരുന്നല്ലോ, ദൈവം അങ്ങനെ ക്രൂരനായ ദൈവമാണോ എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയായിട്ടൊരു നിരീശ്വരവാദിയെ പോലെ ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. പറഞ്ഞു കേട്ടതാണ്. അപ്പോൾ അതിനൊക്കെ ശേഷം എൻ്റെ മാതാവിനെ വിവാഹം കഴിക്കുവാനിടയായി തീർന്നു. അങ്ങനെ മാതാവിൻ്റെ ഭവനമായിരിക്കുന്ന ഞങ്ങളുടെ കുറ്റിക്കോണം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചാച്ചൻ അവിടെ വന്ന് മാതാവിനോടൊപ്പം അവിടെ താമസിക്കുവാനിടയായി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ചാച്ചനൊരു മദ്യപാനത്തിലേക്ക് കടന്നു പോകാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ ചെറുപ്രായത്തിൽ എൻ്റെ പ്രിയ പിതാവ് ഒരു മദ്യപാനിയായിട്ടാണ് കാണാൻ ഞങ്ങൾക്കിടയായി തീർന്നത്. എന്നാൽ എൻ്റെ മാതാവ്, അവർ CSIയിലൊക്കെ ആയിരുന്നുവെങ്കിലും ഞങ്ങൾ ജനിച്ചപ്പോൾ മുതൽ എൻ്റെ മാതാവ് ഞങ്ങളെ അവിടെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ അവിടേക്കാണ് കൊണ്ടുപോകാനിടയായി തീർന്നത്. അപ്പോൾ എൻ്റെ ബാല്യകാലം ഒരു പെന്തക്കോസ്ത് അനുഭവത്തിലാണ് ഞാൻ വളരുവാൻ തക്കോണം ഇടയായിത്തീർന്നത്. എനിക്ക് മാതാവും പിതാവും, എനിക്ക് 2 സഹോദരങ്ങളുമാണുള്ളത്. എനിക്ക് 2 അനിയത്തിമാരാണുള്ളത്. ഞാനാണ് മൂത്തത്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ഒരു സമാധാനമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ബാല്യകാലമൊക്കെ ആയിരുന്നു. അങ്ങനെ എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നൊരു മാതാവായിരുന്നു. എൻ്റെ അമ്മയോർത്ത് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. അമ്മ പ്രാർത്ഥിച്ച് ആ ചെറുപ്രായത്തിൽ ആ ഒരു നിലയിൽ ഞങ്ങളെ വളർത്തിയെങ്കിലും എൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ദൈവം മക്കളുടെ മുൻപിൽ ഇങ്ങനെ ഒരു സാക്ഷ്യമായി നിൽപ്പാൻ തക്കണം എനിക്കിടയാക്കി തീർത്തത്. അതുകൊണ്ട് എൻ്റെ അമ്മയെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളാണ് അവർ. അപ്പോൾ എൻ്റെ മാതാവ് ഇങ്ങനെ എൻ്റെ പിതാവ് കുടിച്ചിട്ട് വരുമ്പോഴൊക്കെയും ഒരു കള്ള് ഷാപ്പിൽ നിൽക്കുന്ന ഒരു ജോലിക്കാരൻ, അതുപോലെ തന്നെ ചാരായം വാറ്റി ഒരു ഗ്രാമപ്രദേശമായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ചാരായമൊക്കെ വാറ്റി കുടിക്കുന്ന ഒരവസ്ഥ, പോലീസുകാർ നിരന്തരം കയറി ഇറങ്ങുന്ന ഒരവസ്ഥ, അങ്ങനെയൊക്കെ ആയിരുന്നു ചെറുപ്രായം. വല്ലാത്തൊരു വേദനാജനകമായൊരു അന്തരീക്ഷമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കുറച്ചും കൂടെ അറിവ് വെച്ച പ്രായമായപ്പോഴത്തേക്കും എൻ്റെ പ്രിയ പിതാവ് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയുടെ ഫലം. എൻ്റെ അമ്മ ഒത്തിരി കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം എൻ്റെ പിതാവ് ഇങ്ങനെ മദ്യവെച്ച് സ്വയമേ ഉപദ്രവിക്കുന്ന ഒരാളായിരുന്നു. അമ്മയോ ഞങ്ങളെയോ ഒന്നും ഉപദ്രവിക്കാറില്ല. ചാച്ചൻ തന്നെത്താനെ സ്വന്തം ശരീരത്തെ ഉപദ്രവിച്ച് അങ്ങനെ ദണ്ഡിപ്പിക്കുന്ന ഒരവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ പ്രിയപിതാവും എൻ്റെ പ്രിയപിതാവിൻ്റെ സഹോദരൻ, അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡും കൂടെ പുനലൂർ ഇങ്ങനെ സിനിമ കാണാനായിട്ട് പോയി. KSRTC ബസ്സിനകത്ത് കയറി അടിയുണ്ടാക്കി. അങ്ങനെ അവരെ പോലീസിൽ ഏൽപ്പിച്ചു. ചാച്ചനെയൊക്കെ സ്റ്റേഷനിൽ വണ്ടി പോയി ഇവരെ അവിടെ തള്ളി ഇറക്കി ഇട്ടിട്ട് അവർ കേസ് കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ പോലീസുകാർ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. അപ്പോൾ അന്ന് രാത്രി ഞാനൊരു കാഴ്ച കാണുവാനിടയായിത്തീർന്നത്, എൻ്റെ പ്രിയ പിതാവ് ഈ കണ്ടക്ടറുടെ വാച്ചൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് അത് ചാച്ചന് കിട്ടിയായിരുന്നു. ചാച്ചനെ ഒത്തിരി തല്ലി ഈ സീറ്റിനടിയിലിട്ട്. അപ്പോൾ കയ്യിൽ കിട്ടിയ ആ സാധനം വലിച്ചു പൊട്ടിച്ചു. അതെടുത്തുകൊണ്ട് വീട്ടിൽ വന്നിങ്ങനെ രാത്രി കുടിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്ന എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എൻ്റെ അമ്മ ചാച്ചൻ്റെ സൈഡിലിരുന്നുകൊണ്ട് കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. ആ കണ്ണുനീരെല്ലാം എൻ്റെ ചാച്ചൻ്റെ ശരീരത്തിൽ വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് എൻ്റെ ചാച്ചൻ പ്രഭാതത്തിൽ ഇങ്ങനെ പോലീസുകാർ വരുന്നു എന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ എൻ്റെ ചാച്ചൻ അവിടെ ഇച്ചിരി വനപ്രദേശം പോലുള്ള സ്ഥലമാണ്, അവിടെ ഓടിപ്പോവാനിടയായിത്തീർന്നു. അങ്ങനെ പോയ സന്ദർഭത്തിൽ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിപ്പാനിടയായിത്തീർന്നു. കർത്താവേ, അതുവരെയും മദ്യപാനിയായിട്ട് ജീവിച്ച, ദൈവവുമില്ല, ഒരു വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ ആരെയും ഭയപ്പാടില്ല. ഞങ്ങൾക്കൊക്കെ പപ്പയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ആ കാട്ടിൽ വെച്ച് എൻ്റെ പ്രിയ പിതാവ് ദൈവത്തോടൊരു തീരുമാനമെടുക്കാൻ തക്കോണം ഇടയായിത്തീർന്നു. കർത്താവേ, എന്നെ കോടതിയിൽ കേട്ടാതെ ഇവിടുന്ന് എന്നെ രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ കർത്താവിൻ്റെ വചനം പഠിക്കുവാൻ കടന്നു പോയിക്കൊള്ളാമെന്ന് പറയുവാനിടയായിത്തീർന്നു. അങ്ങനെ എൻ്റെ പ്രിയ പിതാവിനെ കോടതിയിലൊന്നും കയറാൻ ഇടയായിത്തീർന്നില്ല. കേസൊക്കെ അങ്ങനെ പോയി. അതിനുശേഷം കണ്ടക്ടറൊക്കെ അവർ കള്ളത്തരമൊക്കെ പറഞ്ഞു കൊടുത്താണ് കേസ് കൊടുത്തതെങ്കിലും അതൊക്കെ അങ്ങനെ കടന്നുപോയി. എൻ്റെ പ്രിയ പിതാവ് അവിടെ ആ കാട്ടിനകത്ത് വെച്ച് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പിന്നീട് ഒരു ബൈബിൾ സ്കൂളിലേക്ക് പഠിക്കുവാനായിട്ട് കടന്നു പോകാനിടയായിത്തീർന്നു. അങ്ങനെ ഒരു നല്ലൊരു
ചെറുപ്രായം ഒരു മദ്യപാനിയുടെ മക്കളായി ജനിച്ചുവെങ്കിലും നല്ലൊരു പ്രായമായപ്പോഴത്തേക്ക് അറിവായപ്പോഴത്തേന് നല്ലൊരു പിതാവിൻ്റെ മക്കളായി ഞങ്ങൾക്ക് ജീവിപ്പാൻ അവസരം ഒരുക്കി തന്നു. അതിന് ഞാൻ ദൈവത്തോട് വളരെയധികം നന്ദിയുള്ളവളാണ്. എൻ്റെ മാതാവിനും ഈ തരുണത്തിൽ ഞാനൊരു നന്ദി അർപ്പിക്കുകയാണ്. എൻ്റെ മാതാവിൻ്റെ കരച്ചിലിൻ്റെ പ്രകാരമാണ് ഞങ്ങൾക്ക് കുടുംബമായിട്ട് എല്ലാവർക്കും കർത്താവിൻ്റെ മക്കളായി തീരുവാനിടയായി തീർന്നത്. അങ്ങനെ എൻ്റെ പ്രിയ പിതാവ് ആരെയും ഭയപ്പെടാത്ത, ആരെയും അനുസരിക്കാത്ത ഒരു പിതാവിനെ, സൗമ്യനായ മോശയെപ്പോലെ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, എൻ്റെ പ്രിയ പിതാവിനെ സൗമ്യനായ ഒരു മനുഷ്യനാക്കി മാറ്റുവാൻ്റെ ഗുണം ദൈവം ഇടയാക്കി തീർത്തു. അത് കർത്താവിൻ്റെ സ്നേഹമൊന്നു മാത്രമാണ്. അങ്ങനെ എൻ്റെ ബാല്യകാലം ഇങ്ങനെ കഴിഞ്ഞു. ചാച്ചൻ സുവിശേഷകനായി മാറി. അങ്ങനെ ഞങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിനുശേഷം എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ വലിയ പഠിത്തക്കാരിയൊന്നും അല്ലായിരുന്നു. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കാനായിട്ട് കടന്നുപോയി. ന്യൂ ഇന്ത്യ പായിപ്പാടുള്ള ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ ഞങ്ങൾ പഠിക്കാനും കടന്നുപോയി. അങ്ങനെ 96, 97 കാലഘട്ടങ്ങളിൽ ഞാൻ ദൈവവചനം പഠിപ്പാനിടയായിത്തീർന്നു. അതിനു മുമ്പൊക്കെ എൻ്റെ മാതാവും പിതാവും ഞങ്ങൾക്ക് വേണ്ടുന്നത്രയും കൈത്താങ്ങൽ, ആത്മീയ കാര്യങ്ങൾക്ക് ഞങ്ങളെ വളർത്തിയെടുക്കുവാൻ തക്കണം ഇടയായിത്തീർന്നു. AG ചർച്ചിലായതുകൊണ്ട് എല്ലാ മീറ്റിങ്ങുകളും ഞങ്ങളെ കൊണ്ടുപോകും. കുറേ ദൂരം നടന്നൊക്കെ പോകണമെങ്കിലും വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് നേതൃത്വം വഹിച്ച് ഞങ്ങളെ അവിടെയുള്ള കുറേ കുട്ടികളുണ്ട്, ഇവരെല്ലാം കൂട്ടി CA ഒക്കെ ആണെങ്കിൽ രാത്രിയിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പന്തമൊക്കെ കത്തിച്ചു കൊണ്ടുപോകുന്നൊരവസ്ഥ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോയി ആ മീറ്റിങ്ങിലൊക്കെ സംബന്ധിക്കാറുണ്ട്. ഞങ്ങൾക്ക് ആ ചർച്ചിൽ വലിയ നല്ലൊരു ദൈവമകളെന്നുള്ളൊരു പേര് വരെ ഞങ്ങൾക്ക് ലഭിപ്പാൻ തക്കണം ഇടയായി തീർന്നത് ഞങ്ങളുടെ മാതാപിതാക്കളുടെ ആ ഒരു ദൈവ വഴിയിലൂടെയുള്ള നടത്തിപ്പ് കാരണമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ ഇവിടെ വരെ എത്തിത്തീരുവാൻ തക്കണം ഇടയായി തീർന്നു. അങ്ങനെ ആ ബാല്യകാലമൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോയി. 96, 97 കാലഘട്ടത്തിൽ ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം 91 വർഷമേ പഠിച്ചുള്ളൂ. അതിനുശേഷം വീട്ടിൽ വന്നു. ഞാൻ 98 ലാസ്റ്റ് എന്നെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരു പാസ്റ്റർ വരുവാനിടയായി തീർന്നു. അപ്പോൾ അതിന് മുൻപ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ എനിക്കൊരു ദൈവദാസനെ ദൈവം ഒരുക്കി തരണം. അത് 2 കാര്യം ഞാൻ ദൈവത്തോട് പറഞ്ഞു. നന്നായി പ്രസംഗിക്കുന്ന ഒരു ദൈവ മനുഷ്യനെ എനിക്ക് തരണം. അതുപോലെ നല്ലൊരു നല്ല ചർച്ചെന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രസ്ഥാനത്തിൻ്റെ പാസ്റ്റർ ആയിരിക്കണം എന്ന് ഈ 2 വാക്ക് ഞാനിങ്ങനെ ദൈവത്തോട് പറയുവാനിടയായിരുന്നു. അങ്ങനെയുള്ള ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ചർച്ചിൻ്റെ ഒരു ദൈവദാസനാണ് എന്നെ കാണുവാനിടയായി വന്നത്. 98 താൻ മലബാറിലേക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കടന്നു വന്നു. 99 ഞങ്ങളുടെ വിവാഹം. അവർ ബ്രദറൽ ചർച്ചുകാരായിരുന്നു. ഈ നോർത്ത് ഇന്ത്യയിൽ ടോങ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഇമ്മാനുവേൽ സ്കൂളിൽ ചെറിയ അവിടുത്തെ ബൈബിൾ സ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുറച്ച് നാൾ ഉണ്ടായിരുന്നു. അതിനുശേഷം യഥാർത്ഥമായി പരിശുദ്ധാത്മാവിനെയൊക്കെ പ്രാപിച്ചതിന് ശേഷം ഇവിടെ നാട്ടിൽ കടന്നു വന്ന് പത്തനാപുരം IPC ബൈബിൾ കോളേജിൽ പഠിച്ചു. അതിനുശേഷം 98 മലബാറിലേക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കടന്നു വരുവാനിടയായിത്തീർന്നു. 99 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് മലബാറിൻ്റെ മണ്ണിലേക്ക് കടന്നു പോകാനിടയായിത്തീർന്നു. അപ്പോൾ ഞങ്ങളുടെ ജീവിത പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളുമായി താമസിച്ച ആ സന്ദർഭത്തിൽ ഞങ്ങൾക്കെല്ലാം എല്ലാം എന്ന് പറഞ്ഞാൽ വലിയ പണക്കാരും അങ്ങനെയൊന്നുമല്ല, അല്പമാർന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ചില കാരണത്താൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടപ്പെടുവാനിടയായിത്തീർന്നു. കിടക്കാടും പോലും നഷ്ടപ്പെടുന്നൊരു സാഹചര്യത്തിലേക്ക് പോകാനിടയായിത്തീർന്നു. അപ്പോഴൊക്കെയും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായിത്തീർന്നു. ഞങ്ങളുടെ പിതാവിനെ ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. എന്തെന്ന് പറഞ്ഞാൽ ചെറുപ്രായത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയൊരു പിതാവിൻ്റെ അവസ്ഥ, ഒരു മകൻ്റെ അവസ്ഥ ഞങ്ങളെ വേദനിപ്പിക്കുന്നതായിരുന്നു. പലപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും ഈ കഷ്ടം വന്നപ്പോൾ എൻ്റെ പ്രിയ പിതാവ് പറഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നിട്ട് കാര്യമില്ല, ജീവിതം നഷ്ടപ്പെടുത്തിയേക്കാമെന്നൊക്കെ തീരുമാനമെടുത്തുവെങ്കിലും ഞങ്ങൾ പറഞ്ഞു, ഇല്ല ചാച്ചാ, നമുക്കുള്ളതെല്ലാം വിറ്റ് നമുക്ക് സ്വതന്ത്രരാവാം, ഒന്നുമില്ല എങ്കിൽ ഞങ്ങൾക്ക് മാതാവും പിതാവുമായിട്ട് ഞങ്ങളുടെ മുൻപിൽ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് അങ്ങനെ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു. അങ്ങനെ 99 ഒന്നുമില്ലാത്ത സാഹചര്യങ്ങളിലാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. എന്നാൽ ദൈവമായ കർത്താവ് വളരെ മനോഹരമായ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ എൻ്റെ വിവാഹം നടത്തുവാൻ തക്കണം ഇടയായിത്തീർന്നു. അങ്ങനെ 99 ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനുമായിട്ട് മലബാറിൽ, കേരളത്തിൻ്റെ നോർത്ത് ഇന്ത്യയാണല്ലോ മലബാർ എന്ന് പറയുന്നത്, അവിടേക്ക് കടന്നു വരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു.
ഞങ്ങൾ 10 ദിവസം വിവാഹം കഴിഞ്ഞു, 2 വീട്ടിലുമായിട്ട് നിന്നു. അതിനുശേഷം മലബാറിലേക്ക് കടന്നു. ഇത്രയും ദൂരം ഞാൻ കടന്നു വന്നിട്ടില്ല. അവിടുത്തെ സാഹചര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ പുതിയ പ്രവർത്തനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികളൊന്നുമില്ല, ഒരു മുസ്ലിങ്ങളും ഹിന്ദുക്കളും മാത്രം ഉള്ള ഒരു സ്ഥലമാണ്. മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തിരുവാലി എന്ന് പറയും. ആ സ്ഥലത്തേക്കാണ് ഞങ്ങൾ കടന്നു വരുന്നത്. മഞ്ചേരി സെൻറ്ററിൻ്റെ കീഴിൽ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഇങ്ങനെ കടന്നു വന്നപ്പോൾ എൻ്റെ പപ്പായുണ്ട്, അച്ഛൻ്റെ പപ്പായും ചേട്ടൻ്റെ ഭാര്യ, ഞങ്ങൾ ഇത്രയും പേരാണ് മലബാറിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഞാൻ നല്ല വിശ്വാസികളുള്ള, നല്ല ചർച്ചുള്ള അത്രയും ആൾക്കാരുടെ മധ്യത്തിൽ നിന്നും ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഞാൻ ഒത്തിരി പ്രതീക്ഷ വെച്ചിട്ടൊക്കെയായിരുന്നു വന്നത്. ഞങ്ങളവിടെ വരുമ്പോൾ ഞങ്ങളെ സ്വീകരിക്കാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു വന്നത്. പക്ഷേ ഞങ്ങളവിടെ വന്നപ്പോൾ ഞങ്ങളെ സ്വീകരിപ്പാൻ അവിടെ ആരുമില്ലായിരുന്നു. ഞങ്ങളെ അവിടെ സ്വീകരിപ്പാനായിട്ട് ദൈവത്തിൻ്റെ ദൂതന്മാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മളെ ദൈവം പഠിപ്പിച്ചെടുക്കുമെന്നുള്ളത് ഓരോ നിമിഷവും എനിക്ക് മനസ്സിലാക്കുവാൻ തക്കോണം ഇടയായി തീർന്നിട്ടുണ്ട് ദേവദാസനെ. അങ്ങനെ ഞങ്ങളവിടെ കുടുംബമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചു വരിക. ഒരു കുടുംബം അവിടെ ആരാധനയ്ക്ക് ഹിന്ദു ഫാമിലിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നൊരു കുടുംബം ഉണ്ടായിരുന്നു. ബാക്കി ആരും അവിടെ അങ്ങനെ ഇല്ല. അങ്ങനെ അവിടെ എല്ലാം വർക്ക് ചെയ്യുവാനൊക്കെ ഞങ്ങൾ സഹായിച്ചു. അപ്പോഴാണ് എനിക്ക് സുവിശേഷ വേല എന്താണെന്ന് മനസ്സിലാക്കൊണ്ടൊക്കണം ഇടയായിത്തീർന്നു. നാട്ടിലാണെങ്കിൽ നമ്മൾ കുറേ ചർച്ചിൽ പോകുന്നു, പാട്ട് പാടുന്നു, കുറേ ആരാധിക്കുന്നു, കുടുംബ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇവിടെ ആ സാഹചര്യത്തിനൊക്കെ വ്യത്യസ്തമായിരുന്നു. നമുക്ക് കുറച്ച് പാടാൻ പറ്റില്ല. ഞങ്ങൾ 2 പേരുമേ ഉള്ള ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ 2 പേരും പാട്ടുപാടി പ്രാർത്ഥിക്കും. ഞങ്ങൾക്കുള്ള ചെറുപ്പെല്ലാം വെളിയിൽ ഇറക്കി വെക്കും. ഇത്രയും ആൾക്കാരുണ്ടെന്ന് തോന്നാൻ വെളിയിൽ കൂടി പോകുന്നവർ. ആ ഒരു കുടുംബമുള്ളവർ എല്ലായ്പ്പോഴും ചിലപ്പം വരണമെന്നൊന്നുമില്ല. സാധുവായ ഒരു കുടുംബമാണ്. അപ്പോൾ വർക്ക് ചെയ്യും. ഞങ്ങൾ ഓരോ കോളനികളിലെല്ലാം കടന്നു പോയിട്ട് ഇങ്ങനെ സുവിശേഷം പറയുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെയും ഒന്നും കഴിക്കാനില്ലാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അപ്പോൾ ഒന്നും കുട്ടികളുണ്ടായിട്ടൊന്നുമില്ലായിരുന്നു. അതും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയും ദൈവത്തിൻ്റെ ഒരു കരുണയും എന്നൊക്കെ പിന്നീടാണ് അതൊക്കെ മനസ്സിലാക്കൊണ്ടൊക്കെ ഇടയായി തീർന്നത്. അങ്ങനെ മഞ്ചേരി സെൻറ്ററുമായിട്ട് അവിടുത്തെ സെൻട്രൽ പാസ്റ്റർ ആയിട്ടൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഒക്കെ പോകുവാനിടയായി തീർന്നു. എന്നാൽ അവിടുന്ന് ഞങ്ങൾ അതിനടുത്തൊരു സ്ഥലത്തേക്ക് ഇച്ചിരി കൂടെ പ്രവർത്തനത്തിന് ഇച്ചിരി കൊള്ളാവുന്നുള്ളൊരു ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, അവിടെ കൂടുതൽ മുസ്ലിംസാണ്, അവിടേക്ക് കടന്നുപോയി. അവിടെ കുറച്ച് ആത്മാക്കളൊക്കെ ദൈവം ഞങ്ങൾക്ക് തന്നു. അങ്ങനെ അവിടെ ആയിരിക്കുമ്പോൾ എനിക്കൊരു 2002 എനിക്കൊരു മോനുണ്ടാകും എന്തൊക്കെ ഇടയായി തീർന്നു. ആ മോന് ഇന്നിപ്പോൾ 23 വയസ്സായി. അങ്ങനെ ആ മോന് ഉണ്ടായി. ഞങ്ങൾ സന്തോഷത്തോടെ കർത്താവിൻ്റെ വേലയിൽ അവിടെ ആയിരിക്കുകയാണ്. നല്ല കഷ്ടങ്ങളും പ്രയാസങ്ങളും അതൊക്കെ ഈ ജീവിതത്തിലുണ്ടല്ലോ. സുവിശേഷ വേലയുടെ ഭാഗമെന്ന് പറയുന്നത് പടിയായിട്ടാണ് നമ്മളെ ദൈവം ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ ഓരോ സ്റ്റെപ്പും കയറിയാണ് വരുവാനൊക്കെ ഇടയായി തരുന്നത്. അപ്പോൾ പട്ടിണിയും ബുദ്ധിമുട്ടും പ്രയാസവും രോഗവും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞങ്ങൾ അനുഭവിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. അതൊക്കെ ജീവിതത്തിൽ പിന്നീട് ശ്രേഷ്ഠമായ പദവി എന്ന് എനിക്ക് ഓർക്കുവാൻ തക്കോണം ഇടയായി തീർന്നിട്ടുണ്ട്. ഒരു ദിവസം ഞാനിങ്ങനെ ഓർക്കുകയാണ്. ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞൊരു അമ്മച്ചിയുടെ വീട്ടിൽ, അവർ മരുമോള് മുസ്ലിമാണ്, ഈ അമ്മച്ചി ക്രിസ്ത്യാനിയാണ്. പക്ഷേ അവർ ക്രിസ്ത്യാനിയായിട്ട് വന്നു. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ പോകും. അപ്പോൾ കഴിക്കാനൊന്നുമില്ല, ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. കഴിക്കാനൊന്നുമില്ല. ആ വീട്ടിൽ, ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലെ ഓണർ തേങ്ങ ഇങ്ങനെ വിട്ടിട്ടുണ്ട്. അത് ഒരെണ്ണം എടുത്ത് പൊട്ടിച്ചിട്ട് പകുതി ഞാനും കഴിച്ചു, പകുതി അച്ചായനും കഴിച്ചിട്ട് ഞങ്ങൾ 2 പേരും ഇങ്ങനെ നടന്നു പോയി. അവിടെ പോയിട്ട് ആ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളൊക്കെ പഠിപ്പിച്ചു. അതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ബിരിയാണി തിന്ന് ഇറങ്ങുന്ന ഒരു സന്തോഷമാണ് ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ അമ്മച്ചി ഞങ്ങൾക്ക് ഇച്ചിരി പൈസ 50 രൂപയൊക്കെ എടുത്ത് തരും. അത് കൊണ്ടുവന്നിട്ട് അരിയൊക്കെ വാങ്ങിച്ച് അങ്ങനെയൊക്കെ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കുമ്പളങ്ങയൊക്കെ മാത്രം പുഴുങ്ങി തിന്നുന്ന, മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി കലം അടുപ്പത്ത് വെച്ച് വെള്ളവും അടുപ്പത്ത് വെച്ച് ഇങ്ങനെ തീ പുകയ്ക്കും. അടുത്തുള്ളവരൊക്കെ ഹിന്ദുക്കളാണല്ലോ, ഒരിക്കലും അവർ നമ്മുടെ ഇല്ലായ്മ അറിയാൻ പാടില്ലല്ലോ എന്നോർത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്ത ഓരോ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിലൊക്കെയും ദൈവത്തിൻ്റെ പാദം വിട്ട് പോകുവാൻ ദൈവം അനുവദിച്ചില്ല. ഞാനിങ്ങനെ ഓർത്ത്, കർത്താവെ എന്ത് ചെയ്യും, എനിക്ക് എങ്ങോട്ടൊന്നും ഓടിപ്പോകാൻ പറ്റില്ല.
ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ മുമ്പിൽ ചെങ്കടൽ, പിറകിൽ സൈന്യം, ഇരുവശവും വലിയ മലകൾ, എങ്ങോട്ട് ഓടിപ്പോകുമെന്നറിയാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അങ്ങനെ ഒരു സാഹചര്യം. കർത്താവ് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. പ്രയാസം വരുമ്പോൾ എങ്ങോട്ട് പോകണം, ആര് സഹായിക്കും? ചെറിയ തുച്ഛമായ ഒരു സപ്പോർട്ടൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് വേദനയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവമായ കർത്താവ് അവിടെയൊക്കെ പിടിച്ചു നിൽക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ഞങ്ങളെ സഹായിച്ചു. അത് ഞാൻ അഭിമാനത്തോടെയാണ് പറയുന്നത്. ഇന്ന് ജീവിതത്തിൽ നമ്മൾ വരുന്ന സമയത്ത് തന്നെ എല്ലാം ഉണ്ടായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ ഒരു ഇതില്ല. പക്ഷേ ഇല്ലായ്മയിൽ കൂടി അത് തുടക്കം കുറിക്കുമ്പോൾ അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് വലിയതാണ്. അങ്ങനെ 2002 എനിക്ക് മോനുണ്ടായി. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അച്ചായന് ഷുഗറിൻ്റെ പ്രയാസം തൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടാനിടയായി തീർന്നു. അതിനുശേഷമാണ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി. കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് വിധി പറഞ്ഞ സ്ഥാനത്ത് ദൈവം എനിക്ക് 2 കുഞ്ഞുങ്ങളെ തരുവാനിടയായി തീർന്നു. അങ്ങനെ ശാരീരികമാകുന്ന ബലഹീനതകളൊക്കെ ഉണ്ടെങ്കിലും വീട്ടിൽ അടങ്ങിയിരിക്കില്ലായിരുന്നു. ഞങ്ങൾ കിട്ടുന്ന സമയമൊക്കെ ഞങ്ങൾ എവിടെയെങ്കിലും ഒരു ക്രിസ്ത്യാനികളോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ പറന്നെത്തുന്ന ഒരു സ്വഭാവമായിരുന്നു. മറ്റു സാഹചര്യങ്ങളൊന്നുമില്ല, സാമ്പത്തികമായ എല്ലാം ദാരിദ്ര്യാവസ്ഥയാണെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ അവിടെ ഞങ്ങൾ ഓടിയെത്തും. എന്നിട്ട് സുവിശേഷം പറയുവാനൊക്കെ വളരെ ഞങ്ങൾക്ക് ജീവിതത്തിൽ സഹായിച്ചു. അങ്ങനെ എടവണ്ണയിൽ നിന്ന് ഞങ്ങൾ മറ്റൊരു ദൈവദാസനെ അവിടെ ഏൽപ്പിച്ചിട്ട് മറ്റൊരു സെൻറ്ററിലേക്ക് പോകാനിടയായി തീർന്നു. എടവണ്ണപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് കടന്നു വന്നു. തിരുവമ്പാടി സെൻറ്ററിൻ്റെ കീഴിൽ പ്രവർത്തിപ്പാനിടയായി തീർന്നു. അവിടെ കുറച്ച് നാളായിരുന്നപ്പോൾ എനിക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടായി, ഒരു മോളുണ്ടായി. അങ്ങനെ ഒരു മോനും മോളും ഞങ്ങൾക്ക് ദൈവം തന്നു. ഹെപ്സനും ഹെപ്സിബയും എന്നുമാണ് അവരുടെ പേര്. ആ കുഞ്ഞുങ്ങളെ 2 പേരെയും തന്നു. അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസന് ശാരീരികമാകുന്ന ബലഹീനതകളൊക്കെ ഉണ്ട് എങ്കിലും ഞങ്ങളിങ്ങനെ തീരുമാനിച്ചു, എന്നാൽ ഇനി ഒരു കാര്യം ചെയ്യാം, ഇത്രയും നാൾ നമ്മളിവിടെയാണല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, നാട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ തീരുമാനമെടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് ട്രാൻസ്ഫറിന് എഴുതി കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് വയനാടാണ്. അപ്പോൾ വയനാട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്തെന്ന് വെച്ചാൽ അവിടെ വലിയ കാടാണ്, വനമാണ്, ആനയാണ്, കരടിയുണ്ട്, ഇങ്ങനെ ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല, നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ തീരുമാനമെടുത്തിരിക്കുമ്പോൾ അന്നത്തെ ഒരു പാസ്റ്ററായിരുന്നു, സെക്രട്ടറി ആയിരുന്ന MP ജോർജ് കുട്ടി പാസ്റ്റർ പറഞ്ഞു, ക്ലീറ്റസേ നിങ്ങളിപ്പോൾ വയനാട്ടിലേക്ക് പോകുക, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു വർഷം വെറുതെ നിന്നോളാമെന്ന് പറഞ്ഞു. അപ്പോൾ സുവിശേഷ വേലയ്ക്ക് അങ്ങനെ വെറുതെ നിൽക്കുന്ന പരിപാടിയില്ലല്ലോ, എന്ത് തന്നെയായാലും നിങ്ങൾ വയനാട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇല്ല പാസ്റ്റേ, കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകാൻ താല്പര്യമില്ല. അങ്ങനെ ഉച്ചയ്ക്ക് ഞാനിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ദൈവാത്മാവ് അച്ചായനോട് സംസാരിപ്പാനിടയായിത്തീർന്നു, വയനാട്ടിലേക്ക് പോകുക എന്ന് പറയുവാനിടയായിത്തീർന്നു. അതിനുശേഷം ഞാനിങ്ങനെ എഴുന്നേറ്റ് വന്നപ്പോൾ പോസ്റ്റ്മാൻ ഇങ്ങനെ ഒരു ഗുഡ് ന്യൂസ് കൊണ്ടുവിടുവാനിടയായിത്തീർന്നു. അത് പൊട്ടിച്ച് നോക്കിയപ്പോൾ യോനയുടെ അനുഭവം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ അച്ചായനോട് പറഞ്ഞു, അച്ചായ അതിനെ പാക്കൊക്കെ ചെയ്ത് നാട്ടിലേക്ക് പോകാൻ എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ പാക്കിംഗ് ഒക്കെ അവിടെ നിർത്തി. ഞാൻ പറഞ്ഞു, അച്ഛാ നിങ്ങളോടും ദൈവം സംസാരിച്ചു, എന്നോടും ദൈവം സംസാരിച്ചു. അതുകൊണ്ട് നമ്മൾക്കിനി എന്ത് കഷ്ടം വന്നാലും നമ്മൾക്ക് എന്ത് ചെയ്യാം, ദൈവം അയച്ച സ്ഥലത്തേക്ക് പോകാം. ഞങ്ങളുടെ ഒരു തീരുമാനമുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. മലബാറിലേക്ക് കടന്നു വന്നു, എവിടെയാവുന്നുവോ അവസാനം ആ കടന്നുപോയ സ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എത്ര നാൾ നിൽക്കുന്നുവോ അത്രത്തോളം നാൾ നിൽക്കുക, പിന്നെ അവിടെ ദൈവത്തിൻ്റെ ഹിതം പോലൊക്കെ. അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ തീരുമാനം. പക്ഷേ ഞങ്ങൾ വയനാട്ടിലേക്ക് 2008 കടന്നു പോകാനിടയായിത്തീർന്നു. 2008 വയനാട്ടിൽ കടന്നുപോയി. ഞാൻ പോയില്ല. അപ്പോൾ ഞാനൊരു പാസ്റ്റർ കൂടെ അവിടെ നിന്നു. എൻ്റെ ഹസ്ബൻഡും ആ പാസ്റ്ററും കൂടെ കാണാൻ വേണ്ടി നീലഗിരി ഡിസ്ട്രിക്റ്റിൽ കൽപ്പറ്റ സെൻറ്റർ ആണെങ്കിലും അത് തമിഴ്നാട്ടിലാണ്. ഒരു സഭ നമുക്ക് തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ നീലഗിരി ഡിസ്ട്രിക്റ്റിൽ കല്ലിച്ചാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ സഭ. അപ്പോൾ ഇവർ 2 പേരുടെ ശനിയാഴ്ച അവിടേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് കണ്ടിട്ട് കൂടെ നിന്ന ദൈവദാസൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അച്ചായൻ അവിടെ പിറ്റേ ദിവസം ആരാധനയ്ക്ക് വേണ്ടി നിൽപ്പാനിടയായിത്തീർന്നു. കൂടെ വന്ന് ദൈവദാസൻ എന്നോട് പറഞ്ഞു, മേരിക്കുട്ടി, ഞാനൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളങ്ങോട്ട് പോകണ്ട. ഇനി എനിക്കറിയില്ല
നിങ്ങൾ പോകണ്ട. എന്തെന്ന് വെച്ചാൽ അവിടെ ചെന്ന് കണ്ടപ്പോൾ അവിടുത്തെ സാഹചര്യം ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. ആ ചർച്ചിൽ ഒരു കുടുംബം മാത്രമേ ഉള്ളൂ, 1-2 കുടുംബം, ഒത്തിരി കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സഭ ഛിന്നാഭിന്നമായി അവിടേക്കും ഇവിടേക്കും ഒക്കെ വിശ്വാസികൾ പോയി. ആ 2 കുടുംബം ആ ചർച്ചിന് വേണ്ടി നിൽപ്പാനിടയായി തീർന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആ ചർച്ചെല്ലാം ഇങ്ങനെ പൊളിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്നു. ഒരു ചെറിയൊരു ചർച്ചാണ്, കാട് കയറി ഇങ്ങനെ കിടക്കുന്നൊരവസ്ഥയിലാണ് ദേവദാസൻ കടന്നു പോകുന്നത്. അവിടെ അന്ന് ആ ഭവനത്തിൽ ആരാധന കൂടിയിട്ട്, ചർച്ചിൽ പറ്റത്തില്ല, ആ വീട്ടിലിരുന്ന് ആരാധന കൂടിയിട്ട് പിറ്റേ ദിവസം എൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് അച്ഛാ? കുഴപ്പമില്ല. പിറ്റേ ആഴ്ച ഞങ്ങൾ 2 പേരൂടെ അവിടെ കടന്നു പോകാനിടയായിത്തീർന്നു. പ്രിയ ദേവദാസനെ, ഒരു സഹോദരി എന്ന നിലയിൽ എന്തായാലും നമ്മളവിടെ ചെല്ലുമ്പോൾ ആ സാഹചര്യത്തിലൊന്നും ചെന്ന് നിൽക്കാൻ ആർക്കും ഈ കാലഘട്ടത്തിൽ ഇഷ്ടമുണ്ടാകില്ല. അതുപോലെ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്നു. ഞങ്ങൾ രാവിലെ തലേദിവസം ആൻറ്റിയുടെ വീട്ടിൽ നിന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ചർച്ച് കാണാനായിട്ട് താഴേക്ക് കടന്നു പോയപ്പോൾ ഒരു കുഴിയിലോട്ടിറങ്ങിയ ഒരു സ്ഥലമാണ്. അവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ചർച്ചിലേക്ക് പോകുന്നത്. മറ്റേത് പുതിയ പ്രവർത്തനങ്ങളായിരുന്നു. അപ്പം അവിടെ ചെന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് സംസാരിച്ചു, ഇവിടെ തന്നെ തുടരുക. ഞങ്ങൾ 2 പേരും ആ പൊളിഞ്ഞു കിടന്ന ആ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് കടന്ന് നിന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇത് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലം, ഇവിടെ ഞങ്ങളെ ഉപയോഗിക്കണം. ആ സാഹചര്യങ്ങൾ കണ്ടാൽ ഒരു കുഞ്ഞുങ്ങൾ, അതുകൊണ്ടാണ് ദൈവദാസൻ പറഞ്ഞത് നിങ്ങൾ പോകണ്ട എന്ന്. നമ്മൾ വാടകയ്ക്കൊക്കെ താമസിച്ച വീടുകളൊക്കെ നന്നായിരുന്നു. പക്ഷേ ഇവിടെ മൺകട്ട കെട്ടി, കതകൊന്നും നല്ലതൊന്നുമില്ല. അതുപോലെ എല്ലാം ഇടിഞ്ഞു പറഞ്ഞു കിടക്കുന്നു, കറണ്ടില്ല, നമുക്ക് ബാത്റൂം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം പൊളിഞ്ഞു കിടക്കുന്നൊരവസ്ഥയാണ്. പക്ഷെ ഞങ്ങൾക്ക് എന്തോ 2 പേർക്കും ഇഷ്ടം തോന്നി. ഞങ്ങൾ ആ ചർച്ചിൻ്റെ ഉള്ളിൽ കയറി 2 പേരുടെ കൈയോട് കൈ കോർത്ത് പ്രാർത്ഥിച്ച് അവിടുന്ന് ഞങ്ങൾ യാത്രയായി പോന്നു. പിന്നെ അപ്പോൾ എൻ്റെ മാതാപിതാക്കളൊക്കെ കർണാടകത്തിൽ കർത്താവിൻ്റെ വേലയിലാണ്. എനിക്ക് 2 സഹോദരങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. എൻ്റെ പപ്പയും അമ്മയും കർണാടകത്തിലേക്ക്, എൻ്റെ വിവാഹത്തിന് ശേഷം അവർ പൂർണ്ണമായിട്ട് നാട്ടിൽ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാനിടയായിരുന്നു. ഞങ്ങൾ കല്ലിച്ചാലിലിരിക്കുമ്പോൾ അവർ കർണാടകത്തിലാണ്. എൻ്റെ 2 അനിയത്തിമാർ, ഒരാൾ തമിഴ്നാട്ടിൽ പുതുക്കോട്ടെ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു, ഒരാൾ ഇപ്പോൾ നെടുങ്കണ്ടത്ത് കർത്താവിൻ്റെ വേലയിൽ അവരുമായിരിക്കുന്നു. ഈ 2 കുഞ്ഞുങ്ങൾ അവർക്കും ഉണ്ട്, സന്തോഷത്തോടു കൂടെ അവരൊക്കെ അവിടെ ആയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഫാമിലിയെല്ലാം സുവിശേഷകരാണ്. അതുപോലെ എൻ്റെ പപ്പയുടെ ഫാമിലിയും മക്കളും അവരുടെ മക്കളും ഒക്കെ ഞങ്ങളെല്ലാവരും ഒരു സുവിശേഷക കുടുംബമാണ്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഞങ്ങൾക്ക് ലോകത്തിൽ പറയുവാൻ വലിയതായിട്ടൊന്നുമില്ല എങ്കിലും ലോകത്തിലെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഞങ്ങൾക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എല്ലാവരും കൂടി വരുമ്പോൾ ഒരു നല്ലൊരു മാസയോഗത്തിന് കൂടാനുള്ള ആൾക്കാർ ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷകരമായൊരവസ്ഥയുണ്ട്. ബാക്കി പറയാൻ, ദൈവം നമ്മളെ കൊണ്ടുവന്നു, നമ്മളെ അനുഗ്രഹിക്കുന്നതാണല്ലോ ഏറ്റവും. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിന് പുറമേ ദൈവം നമ്മൾക്കെല്ലാം നൽകിത്തരും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ രണ്ടാമത് എൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് കുഞ്ഞുങ്ങളെ ആക്കിയിട്ട് ഞങ്ങൾ 2 പേരും അവിടെ കടന്നുപോയി. എല്ലാം ഓരോന്നോരോന്ന് വൃത്തിയാക്കി. പിറ്റേ ആഴ്ച തൊട്ട് പിന്നെ എൻ്റെ മാതാപിതാക്കളും വന്നു. ആ ചർച്ചിലെ വിശ്വാസികളെല്ലാം കൂടി ഞങ്ങൾ ചർച്ചൊക്കെ ഏകദേശം ഒരു നന്നാക്കി വൃത്തിയാക്കിയിട്ട് അവിടെ ആരാധന തുടങ്ങുവാനിടയായിത്തീർന്നു. കറണ്ടും ഒന്നുമില്ല. തണുപ്പെന്ന് വെച്ചാൽ അതിഭയങ്കരമായ തണുപ്പ്. ഇപ്പം ഞാൻ ഈ രാജസ്ഥാനിൽ അനുഭവിക്കുന്ന തണുപ്പ് അന്ന് 2008 ആ കാലഘട്ടത്തിലൊക്കെ അനുഭവിക്കാനിടയാക്കി തീർന്നു. അപ്പം ദൈവമേ, നല്ലൊരു കമ്പിളിയില്ല പുതയ്ക്കാനായിട്ട്. അതുപോലെ ലൈറ്റൊന്നുമില്ല, അതൊന്നും വിഷയമല്ല. അതുപോലെ കഥകൊക്കെയാണെങ്കിൽ ഫുള്ളില്ല, പകുതി വരെ ഉള്ളു. അതിനകത്തൂടെയൊക്കെ തണുപ്പ് കയറി വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് 4 പേരും കൂടി ഇങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യമൊക്കെ, അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ വളരെ സന്തോഷമാണ് ദൈവദാസ. നമ്മുടെ പുറകോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പം അന്നൊക്കെ നമുക്ക് എന്തെങ്ങനെയാന്നൊക്കെ ചിന്തിച്ച് കഴിയും. പക്ഷേ ഈ മുൻപോട്ട് നമ്മൾ ചിന്തിക്കും വന്നു കഴിയുമ്പോഴാണ് ദൈവമേ, അതൊക്കെ അതിൽ കൂടിയൊക്കെ നടന്നു വന്നത് എത്ര ആ കഷ്ടതയിലൂടെയൊക്കെ കടന്നപ്പോൾ അപ്പം നമ്മളെ ഇങ്ങനെ കൈകളിൽ വഹിക്കുകയായിരുന്നല്ലോ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും നാം തന്നെയാണ് നടന്നു നീങ്ങുന്നത് എന്ന് നാം ചിന്തിക്കാറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ നമ്മളെ വഹിച്ചിട്ടാണ് ദൈവം നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേരും വളരെ സന്തോഷത്തോടു കൂടി, വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു കുടുംബമായിരുന്നു ഞങ്ങൾ. അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെ അവിടെ തന്നെ സ്കൂളിൽ ചേർക്കുവാനിടയായി തീർന്നു. അതിനുശേഷം അവിടെ ഇങ്ങനെ വീടുകൾ വിസിറ്റ് ചെയ്യുവാനും കുറച്ച് ആൾക്കാരിങ്ങനെ
ആരാധനയ്ക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ പിന്നെ അവിടെ ഞങ്ങൾക്ക് കറണ്ട് ലഭിക്കാനിടയായി തീർന്നു. അതുപോലെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുവാനിടയായി തീർന്നു. അങ്ങനെ ചെറിയ നിലയിലെല്ലാം സെറ്റപ്പായി വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ അനുഗ്രഹത്തോടെ ചർച്ചിൻ്റെ പ്രവർത്തനങ്ങൾ കടന്നുപോയി. ഞങ്ങളും വളരെ സന്തോഷത്തോടു കൂടി. അന്നേരം ചെറുപ്പമാണല്ലോ, അപ്പോൾ വളരെ ഓടുവാനും അധ്വാനിക്കാനും ഷുഗറിൻ്റെ പ്രയാസമൊക്കെ തൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും അതിനെയൊന്നും വകവയ്ക്കാതെ പോകുവാനുള്ള ഒരു നല്ലൊരു കൃപ ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് ദൈവത്തിൻ്റെ വലിയൊരു കരുണയാണെന്ന് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ 2012 ആയപ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ അനുഭവങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ സുവിശേഷ വേലയിലുണ്ടല്ലോ, കഷ്ടങ്ങളൊക്കെ അതൊക്കെ ഉണ്ട്, അതെല്ലാം പോട്ടെ. പക്ഷേ ജീവിതത്തിൽ ശാരീരികമായിട്ടുള്ള ബലഹീനതകൾ കടന്നു വന്നപ്പോൾ വളരെ വല്ലാത്ത പ്രയാസമായി തീരും. ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിൽ അങ്ങനെ അധികം പോയി കിടക്കുകയോ അങ്ങനത്തെ ഒരു അവസ്ഥകളൊന്നും ജീവിതത്തിൽ വന്നിട്ടില്ല. ഒരു രോഗിയെ ശുശ്രൂഷിച്ചു. എനിക്ക് എൻ്റെ പിതാവിൻ്റെ മാതാപിതാക്കളെ ഞങ്ങൾ കണ്ടിട്ടില്ല. മാതാവിൻ്റെ മാതാപിതാക്കളും ഒക്കെ അവരൊക്കെ ഞങ്ങളുടെ ചെറുപ്രായത്തിൽ തന്നെ പോയി. അങ്ങനെ ഒരു രോഗാവസ്ഥയിലുള്ള ആ ഗ്രൂപ്പുകാരെ നോക്കിയോ അങ്ങനത്തെ ഒരു സന്ദർഭവും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. പിന്നെ നമ്മൾ കുടുംബജീവിതത്തിൽ വന്നപ്പോഴും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ 2012 അവിടുന്ന് ഞങ്ങൾ മാറുവാനായിട്ട് മാനന്തവാടിയിലേക്ക് മാറാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് മാർച്ച് മാസമായപ്പോൾ അച്ചായന് ശരീരത്തിൽ വല്ലാത്തൊരു പ്രയാസം ഉണ്ടാകാനിടയായിരുന്നു. ഞങ്ങളിങ്ങനെ മാസയോഗം നടത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ച് അവിടെ കുറച്ച് വിറക് വെട്ടാനായിട്ടൊരു സ്ഥലത്തേക്ക് കടന്നുപോയി. അപ്പോൾ നല്ല വെയിലാണ്. വിശ്വാസികളൊക്കെ ജോലിക്കൊക്കെ പോകും, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാ, നമ്മൾക്ക് വിറകൊക്കെ വെറുതെ തന്നതാണ്, അപ്പോൾ അതൊക്കെ വെട്ടി നമ്മൾക്ക് സമയമുള്ളപ്പോൾ പോയി വെട്ടിയെടുക്കാം എന്നൊക്കെ ഓർത്ത് അതെല്ലാം രണ്ടുപേരൂടെ പോയി. ഒരു ദിവസം പെട്ടെന്ന് അച്ചായനെ പനിക്കുവാനിടയായി തീർന്നു. ശനിയാഴ്ച പെട്ടെന്ന് ശരീരം പനിയായി തീർന്നിട്ട് തൻ്റെ കാലിലിങ്ങനെ കഴല വരുവാനിടയായി തീർന്നു. അങ്ങനെ ഞായറാഴ്ച ആരാധന കഴിഞ്ഞിട്ട് എന്നാൽ ആശുപത്രി പോകാം, കയ്യിൽ യാതൊന്നുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു TPM ഒരു ദേവദാസൻ അവിടെ ഞങ്ങളെ കൺവെൻഷന് വിളിക്കാൻ വന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ എൻ്റെ കുഞ്ഞിന് ഒരു 50 രൂപ എടുത്തു കൊടുത്തിട്ട് മക്കളെ മിഠായി വാങ്ങിച്ചു എന്ന് പറഞ്ഞ് കൊടുത്തു. അതല്ലാതെ ഞങ്ങളുടെ കയ്യിൽ യാതൊന്നുമില്ല. ഇവരെ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ ബത്തേരി പോകണം, 1 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അന്ന് ഞായറാഴ്ച അവിടെ കിടന്നു. തിങ്കളാഴ്ച രാവിലെ ഞാൻ ഈ ദേവദാസനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ബത്തേരിക്ക് പോയി. ബത്തേരി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തനിക്ക് ഛർദിയും വയറ്റിൽ നിന്ന് പോക്കൊക്കെ ആയിട്ട് വളരെ വല്ലാത്തൊരു ക്ഷീണിതാവസ്ഥയിലേക്കായിപ്പോയി. അങ്ങനെ ഒരവസ്ഥയിലായിരിക്കുമ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം ഞാനിങ്ങനെ ശരീരമൊക്കെ ഒന്ന് തുടയ്ക്കാമെന്ന് ഓർത്ത് ഇങ്ങനെ ഡോക്ടർ വന്ന് നോക്കിയിട്ടൊക്കെ കടന്നുപോയി. ഇവരെ ദേഹമൊക്കെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചിങ്ങനെ തുണിയെടുത്ത് തുടച്ച് കാല് തുടച്ചപ്പോൾ കാലിലൊന്നും മുറിവൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ വിറക് വെട്ടാൻ പോയപ്പോൾ എൻ്റെ കയ്യിൽ നന്നായിട്ട് ഒരു വിറക് അടിച്ച് കയറി അവിടെ ഒരു വല്ലാത്ത മുറിവൊക്കെ ഉണ്ടായി. പക്ഷെ അച്ചായനൊന്നും പറ്റിയില്ല. അങ്ങനെ നോക്കിയപ്പം കാണാം എൻ്റെ പാസ്റ്റർ കാലിൻ്റെ ഒരു കാല് ഫുള്ളും പഴുത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കുന്ന, അത് കുപ്പിയിൽ വെള്ളം വെച്ചേക്കുന്ന അതുപോലെ തൻ്റെ കാലായി തീരാനിടയായിത്തീർന്നു. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ ചെറിയ അനിയത്തിയെടുത്ത് ഇടുക്കിയിലാണ്, കുഞ്ഞുങ്ങളെ വിശ്വാസി ആൻറ്റിയുടെയൊക്കെ വീട്ടിൽ ആക്കിയൊക്കെയാണ്. ചാച്ചൻ എൻ്റെ അടുത്ത് കർണാടകത്തിൽ നിന്ന് എൻ്റെ കൂടെയുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് എത്രയും നേരത്തെ നിങ്ങൾ ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കോഴിക്കോടാണ്, നമുക്ക് വയനാട്ടിൽ അങ്ങനത്തെ ഒരു സൗകര്യമില്ല. അപ്പോൾ എൻ്റെ സെൻട്രലിലെ ദൈവദാസന്മാർ, വയനാടെന്നൊക്കെ പറയുന്നത് ഇന്ന് നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിൽ എങ്ങനെയായിരിക്കുന്നു, നോർത്ത് ഇന്ത്യക്കാട്ടിലും ഒക്കെ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ദൈവദാസന്മാരാണ് ഞാൻ നോക്കിയിട്ട് മലബാറിൽ പല സ്ഥലങ്ങളിലും ഇന്നുമുണ്ട്. ഞങ്ങൾ ആ അവസ്ഥയിൽ നിന്നൊക്കെ കടന്നു വന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിലും വളരെ സ്നേഹത്തിൽ എല്ലാവരും നമ്മുടെ ഒരു കഷ്ടം വന്നാൽ ഓടിയെത്തും. അവരെല്ലാവരും ദൈവദാസന്മാരെല്ലാം ഓടി വന്നു. എന്നിട്ട് അപ്പോൾ ഇവരുടെ അവസ്ഥ കണ്ടപ്പോൾ വളരെ പ്രയാസമായി തോന്നി. ഞങ്ങൾ അന്നേരം പാസ്റ്റർമാർ പറഞ്ഞു ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമുക്ക് കയറ്റാം, ദൂരെയാണെങ്കിൽ ഞങ്ങൾക്ക് വരാൻ പറ്റില്ലല്ലോ, മേരിക്കുട്ടി ഒറ്റയ്ക്കല്ല ഉള്ളൂ. അതുകൊണ്ട് അവിടെ 2 ഹോസ്പിറ്റലിൽ കയറ്റി. അപ്പോൾ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവരിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒന്ന് കീറി കാല്, അവർക്ക് വേദനയൊന്നും അറിയുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു, ക്രിസ്ത്യൻ ഡോക്ടറാണ്, എന്നോട് പറഞ്ഞ് ഈ മനുഷ്യൻ്റെ കാല് മുട്ടിന് മേളിൽ വെച്ചിട്ട് മുറിക്കണം, അല്ലാതെ ഒരു രക്ഷയുമില്ല. പിന്നെ ഇത്ര രൂപ, 1 ലക്ഷം രൂപ നിങ്ങൾ ഇവിടെ ചിലവുമുണ്ട്. ഞാൻ അന്നേരം അവിടെ നിന്ന് ദൈവദാസന്മാരെല്ലാം ഉണ്ട്, ഞാൻ ദൈവത്തോട് സ്വർഗത്തിലേക്ക് കൈ ഉയർത്തിയിട്ട് ഇങ്ങനെ പറയുവാൻ ഇടയായി തന്നു, കർത്താവേ ഞങ്ങളുടെ ചെറുപ്രായത്തിലാണല്ലോ ഞങ്ങൾ നാട് വിട്ട് ഇവിടേക്ക് വന്നത്, ഈ മലബാറിലേക്ക് വന്നേ, നല്ല ആരോഗ്യത്തോടാണല്ലോ അപ്പ വന്നേ, കൈ കാലുകൾ കൊണ്ട് അനേക സ്ഥലങ്ങൾ നടന്നു പോയിട്ടുണ്ട്, ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അപ്പ ഈ കാല് മുറയ്ക്കുവാൻ കർത്താവെ അനുവദിക്കില്ലേ എന്ന് പറഞ്ഞ് ദൈവത്തോട് നിലവിളിപ്പാനിടയായി തീർന്നു.
അങ്ങനെ ഞാൻ ഡോക്ടറോട് പറഞ്ഞില്ല ഡോക്ടറെ, ഈ കാലുകൊണ്ട് ദൈവനാമത്തിന് വേണ്ടി മാത്രം നടന്നൊരു വ്യക്തിയാണ്, ഇത് മുറിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല എന്ന് പറയുവാനിടയായിത്തീർന്നു. അങ്ങനെ പാസ്റ്റർമാർ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ തന്നെ അപ്പം അവരും പറഞ്ഞു ഞങ്ങൾക്കിതിനെക്കുറിച്ച് വലിയ അറിവില്ല, നിങ്ങളൊരു കാര്യം ചെയ്ത് മുറിക്കണം, എന്തായാലും ഇത് മുറിക്കണം, നിങ്ങൾ കോഴിക്കോടേക്ക് കൊണ്ടുപോകും. അങ്ങനെ പിന്നെ ലാസ്റ്റ് കോഴിക്കോടേക്ക് കൊണ്ടുപോയി. രാത്രി ഒരു 12 മണിയായപ്പോഴത്തേനും ഞങ്ങൾ കോഴിക്കോട് ഹോസ്പിറ്റലിൽ അവരെ അഡ്മിറ്റാക്കി. ഞാൻ ഒറ്റയ്ക്ക് പുറത്തിരിക്കുകയാണ്. അപ്പോൾ കോഴിക്കോട് സെൻറ്ററിൽ ഞങ്ങൾ നിന്നതുകൊണ്ട് അവിടുന്നുള്ള ദൈവദാസന്മാരെല്ലാം വന്ന്, വയനാട്ടിലുള്ള ദൈവദാസന്മാർ, അറിഞ്ഞും കേട്ട് ദൈവദാസന്മാരെല്ലാം വന്ന്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാസ്റ്റർമാർ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥനയ്ക്കായിട്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥ കണ്ടിട്ടില്ല പാസ്റ്ററെ. അപ്പോൾ ഞാനോർത്ത് എന്നെ ഒരു മുസ്ലിം കൊച്ചിങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പുറത്തിരിക്കുക, ചേച്ചി വിഷമിക്കുകയൊന്നും വേണ്ട, എൻ്റെ ഉപ്പാൻ്റെ കാലിങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അത് അതെല്ലാം കീറിയെടുത്ത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് ചേച്ചി ധൈര്യമായിട്ടിരിക്കുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ആ ആശ്വാസത്തിലിരിക്കുക. അപ്പോൾ ഒരു 12 മണി 1 മണിയൊക്കെ ആയപ്പോൾ ഈ അവിടെ ഡോക്ടർ, ഒരു മോഹൻ എന്ന് പറയുന്നൊരു ഡോക്ടറാണ്, സർജൻ, പുള്ളി ഹിന്ദുവാണ്. പുള്ളി പറഞ്ഞു ഈ കാല് മുറിക്കണം, ഇത് മുട്ടിന് മുകളിൽ വെച്ചിട്ട് മുറിക്കണം. അപ്പം ഞാനൊന്നും അറിയുന്നില്ല. പിന്നെ ആ മനുഷ്യൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒന്നും കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേന് ഉള്ളിലേക്ക് പഴുപ്പ് കയറിയില്ല, അത് ഫുള്ളും ചെത്തിയിറക്കി. ഇപ്പം ഈ കർട്ടൻ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ ആ കാല് ഫുള്ളും വിരലും അസ്ഥിയും മാത്രം, കാലിന് മേളിലോട്ടൊരു കുഴി പോലെ കിണർ പോലെ ഇങ്ങനെ, അത് മൊത്തം ചെത്തിയിറക്കി എല്ലാം കെട്ടി റെഡിയാക്കി റൂമിലേക്ക് മാറ്റി. അപ്പം ഞാനവിടെ റൂമിൽ ചെന്നു. രാവിലെ ഞാനിങ്ങനെ നിൽക്കുകയാണ്, 5-6 പേര് സീരിയസ് കേസിനെ ഇട്ടേക്കുന്ന ഒരു സ്ഥലത്താണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കാല് അഴിച്ചില്ലേ, കഴുകിയില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല സാർ, അറിയില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇത് വേഗം കഴുകി വൃത്തിയാക്കി വെക്കണം, അതിന് ശേഷമേ അവർ അതിനകത്ത് വന്നിട്ട് കെട്ടി വെക്കുകയുള്ളൂ. എൻ്റെ ദൈവദാസ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എൻ്റെ പപ്പയുണ്ട്, ഞാനുണ്ട്, ഞങ്ങൾ രണ്ടുപേരും അത് പതുക്കെ അഴിക്കാൻ തുടങ്ങി. അഴിച്ച് കണ്ടപ്പോൾ ഒരു ഇറച്ചിക്കടയിൽ ഇറച്ചി ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്കുന്നത് അതുപോലൊരവസ്ഥ. ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. അത് പല്ല് തേക്കുന്ന ബ്രഷ് ഇട്ടിട്ട് ചൂടുവെള്ളം ഉപ്പിട്ട് ചൂടാറിയ വെള്ളത്തിനകത്ത് ഈ കാലിറക്കി വെച്ചിട്ട് 1 മണിക്കൂർ ഞാനും എൻ്റെ പപ്പയും, എൻ്റെ കൈ കഴിക്കുമ്പോൾ പപ്പ കഴുകണം, ചാച്ചൻ കഴുകണം. അത് കഴുകി അതിനകത്തുള്ള ഈ ചലവെല്ലാം മാറ്റി വൃത്തിയാക്കി ചോര വരുന്നോടം വരെ തേക്കണം. അപ്പോഴെല്ലാം ഈ മനുഷ്യൻ അവിടെ കരയുന്നതല്ലാതെ ഒരു വാക്കും പറയാറില്ല. എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ വെച്ച് കർത്താവേ എന്താണിതെന്ന് വിചാരിച്ച് വളരെ ഭാരപ്പെടുവാനിടയായത്. പക്ഷേ ദൈവം സ്നേഹിക്കും ദൈവമാണല്ലോ ദൈവദാസം. അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് ഡോക്ടർമാർ അവരുടെ പ്രവൃത്തി ചെയ്യും. അതിനുശേഷം രണ്ടാമത് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് ഡോക്ടർമാർ വന്ന് പറഞ്ഞു ഇതേ മുറിക്കാതെ ഞങ്ങൾ രക്ഷപ്പെടുത്തി തന്നു, പക്ഷേ ഇനി ഈ മനുഷ്യൻ്റെ കാല് നിവരൂല, ഇങ്ങനെ ഇരിക്കത്തുള്ളെന്ന് പറഞ്ഞു. ചാച്ചൻ അന്നേരം വേറൊരു വീട്ടിലോട്ട് പോയായിരുന്നു. ഞാൻ അവിടുന്ന് എൻ്റെ പാസ്റ്റർമാരും എല്ലാം വിളിച്ച് പറഞ്ഞു. അവരൊരു മുട്ടിന്മേൽ അതുകൊണ്ട് എനിക്ക് കൽപ്പറ്റയിലുള്ള ദൈവദാസന്മാരെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. എൻ്റെ കഷ്ടതയിൽ എൻ്റെ അന്ത്യത്തോളം എന്നോട് കൂടെ നിന്നവരാ. അവരെല്ലാം ഇരുന്ന് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ഞാനിങ്ങനെ കട്ടിലേൽ കമന്ന് കിടന്നു, അച്ചായം കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ കുറച്ച് മുസ്ലിംസും ഹിന്ദുക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കറിയാം നമ്മുടെ അടുത്ത് പാസ്റ്റർമാരിങ്ങനെ തുരിതരാ വന്നുകൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർ. അപ്പോൾ എല്ലാം നമുക്ക് അനുകൂലമാണ്. അവിടെ സൂപ്രണ്ട് വരെ നമുക്ക് അനുകൂലമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ ഒരു ബുദ്ധിമുട്ട് വന്നില്ല. നമ്മുടെ ആൾക്കാർ അവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കരഞ്ഞ് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കരഞ്ഞ് ഉറങ്ങിപ്പോയി. എഴുന്നേറ്റ് നോക്കിയപ്പോൾ എൻ്റെ അച്ഛൻ്റെ കാലിങ്ങനെ നിവർന്നിരിക്കുന്നു. പെട്ടെന്ന് ഡോക്ടർമാർ വന്ന് പ്ലാസ്റ്റർ ഇട്ട് എന്നിട്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് മാർച്ച് 25-26 ആയപ്പോഴത്തേനും അച്ഛൻ വോക്കറിൽ ഇങ്ങനെ പതുക്കെ അതിൻ്റെ ഉള്ളിൽ നടപ്പാനിടയായി തീർന്നു. ആക്സിഡൻറ്റ് പറ്റിയ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാട്ടിലൊക്കെ ഇവരെ കാണുമ്പോഴാണ് ഭീകരത. പക്ഷേ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ എൻ്റെ കാല് മുറിക്കാതെ എന്നെ എഴുന്നേൽപ്പിച്ചാൽ ഞാൻ ഒരു വ്യക്തിയെങ്കിലും ഈ ഭൂമിയിൽ സ്നാനപ്പെടുത്തി, ഈ കാലുകൊണ്ട് വെള്ളത്തിനകത്ത് ഇറങ്ങി എനിക്ക് ഒരു വ്യക്തിയെങ്കിലും സ്നാനപ്പെടുത്തുവാൻ എന്നെ അനുവദിക്കണമെന്ന് അവർ ഹൃദയത്തിൽ പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ മാർച്ച് മാസം ലാസ്റ്റ് ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് പോയി.
പ്രതിസന്ധി തീരുന്നൊന്നുമില്ല. എപ്പോൾ ഈ കുഴിയിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്ന ഇടം. അപ്പോൾ റോഡിൽ നിന്ന് ഇറങ്ങി വരണമെങ്കിൽ പാടാണ്, ഈ കാലുകൊണ്ട് ഇറങ്ങാനൊന്നും പറ്റില്ല. എൻ്റെ പപ്പ ഒത്തിരി എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാണ്. പിതാവ് ഒത്തിരി കഷ്ടപ്പെട്ടു. എൻ്റെ മാതാവ് കുഞ്ഞുങ്ങളെ നോക്കി ഭവനത്തിലിരിക്കും. അപ്പോൾ ഇങ്ങനെ ആ ഭവനത്തിലേക്ക് കടന്നു വന്ന് അവിടെ താമസിക്കാൻ ആ സാഹചര്യത്തിൽ ഞങ്ങൾ താമസിച്ചു. പക്ഷേ അവിടുന്ന് പിന്നെയും 2 ദിവസം കഴിഞ്ഞ് പിന്നെയും ഛർദിയായി. പിന്നെയും ഞങ്ങൾ ഹോസ്പിറ്റലിൽ, ഞാനൊരു ആംബുലൻസ് എങ്ങനെ തയ്യാറായി നിൽക്കും അതുപോലെ നിന്നോണം. ഇതിന് ശേഷം എപ്പോൾ ഹോസ്പിറ്റലിൽ പോകണോ അപ്പോൾ ഓടുക. ഞാനൊരു വികൃത രൂപിയായി മാറി. എന്നാലും ദൈവം ഞങ്ങളെ കൈവിട്ടില്ല പാസ്റ്ററെ, ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. അതിനുശേഷം ഈ കാല് ഇങ്ങനെ കെട്ടിയെല്ലാം വെച്ചുകൊണ്ട് തന്നെ താൻ ആരാധന നടത്തും. പിന്നീട് ഇങ്ങനെ കാല് നീട്ടി വേറെ സ്റ്റൂളിലോട്ട് വെച്ചിട്ട് ആരാധന നടത്താൻ തുടങ്ങി. അതിനുശേഷം അവിടുന്ന് ഞങ്ങൾ 2013 മാനന്തവാടി, ഈ കാല് ഉണങ്ങിയിട്ടില്ല, അത് കെട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള കല്ലിച്ചാലുള്ള ആൾക്കാർ അച്ഛൻ്റെ കാല് ഇങ്ങനെ നടന്ന് കണ്ടപ്പോൾ പറഞ്ഞ് ദൈവം പോകുന്നെന്നാണ് പറയുന്നത്. അതാ ഹിന്ദുക്കൾ, ചേച്ചി ഞങ്ങൾ പാസ്റ്റർ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ ദൈവം പോകുന്നാണ് പറയുന്നത്. അത്രയ്ക്കും പ്രയാസകരമായ അനുഭവമായിരുന്നു. ഞങ്ങളുടെ കഷ്ടത അവർക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. അപ്പോൾ ഈ അച്ഛന് ഞങ്ങളവിടുന്ന് 2013 മാനന്തവാടിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴും ഒരു കുടുംബം മാത്രമേ ഉള്ളൂ. മലബാറിലൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നോർത്ത് ഇന്ത്യയുടെ സാഹചര്യം, ചിലപ്പോൾ ഒരു കുടുംബമായിരിക്കും, ചിലപ്പോൾ ആരും ഉണ്ടായിരിക്കുന്നില്ലെന്ന്. എന്നാലും ഞങ്ങൾ അവിടെ സന്തോഷത്തോടെ ആ ഒരു കുടുംബത്തിൽ ആരാധന നടത്താൻ പോയി. ടൗണിൽ താമസിക്കുന്നു, ഇങ്ങനെ കയറി വേണം പോകാൻ, ഏറ്റവും കയറി. പക്ഷേ അവിടെയൊക്കെ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും പോവും, എല്ലായിടത്തും പോകുമായിരുന്നു. ആ കാലുകൊണ്ട് ഞങ്ങൾ എല്ലായിടത്തും നടക്കുമായിരുന്നു. നടന്നു പോകാനേ പറ്റത്തുള്ളൂ, വാഹനമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അവിടെ ആയിരിക്കുമ്പോൾ പിന്നെയും പ്രതിസന്ധി വിട്ടില്ല. ഞാൻ ഒരു പ്രത്യേക സ്വഭാവക്കാരിയായിരുന്നു. എൻ്റെ ചെറുപ്രായത്തിൽ ഇച്ചിരി കർക്കശക്കാരിയൊക്കെ ആയിരുന്നു. അപ്പോൾ ദൈവം എന്നെ ചില പാഠങ്ങൾ, ഇതിനകത്ത് നിൽക്കണമെങ്കിൽ ചില കഷ്ടതയിൽ കൂടി സ്റ്റെപ്പ് വെച്ചെങ്കിൽ മാത്രമേ അന്ത്യത്തോളം നിൽക്കാൻ കഴിയത്തുള്ളൂ എന്ന് ദൈവം എന്നെ ചില പഠിപ്പിച്ച പാഠങ്ങളാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. ദൈവം സ്നേഹിക്കുന്നവർക്കാണല്ലോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 13 ഞങ്ങൾ മാനന്തവാടി വന്നു. അവിടെ സഭയിൽ സന്തോഷത്തോടു കൂടി ആയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മോനും മോളും, മോൻ 7ലാണ്, മോള് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു ദിവസം ഞങ്ങൾ അടുത്ത വീട്ടിലൊക്കെ ഇങ്ങനെ പരിചയപ്പെടാനായിട്ട് ഞാനും കുഞ്ഞും കൂടെ പോയപ്പോഴത്തേന് അവളൊന്ന് വീണ് ഇവിടെ ഒന്നും മുറിവൊന്നും പറ്റിയില്ല, ഇങ്ങനെ ഉരുണ്ടങ്ങ് താഴോട്ട് പോയി. പക്ഷേ ഞങ്ങൾ വീട്ടിൽ വന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് സ്കൂളൊക്കെ അടയ്ക്കാൻ സമയമായപ്പോഴത്തേനും അമ്മയെ എടുത്തിട്ട് കർണാടകത്തിലേക്ക് മോളെ പറഞ്ഞു വിട്ടു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഇതുപോലെ മോളുടെ ഇവിടെ ഇങ്ങനെ ഒരു മുഴ ഇങ്ങനെ വരുന്നുണ്ട്, അത് വളർന്ന് വരുവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുന്ന, ഇങ്ങോട്ട് കൊണ്ടുപോരാ, നമുക്കിവിടെ കാണിക്കാം, മാനന്തവാടി കാണിക്കാം. അങ്ങനെ ചാച്ചനും അമ്മയും കൊച്ചിനെ കൊണ്ടുവന്നു. ആശുപത്രി കാണിച്ചു. അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാനിങ്ങനെ ഒരു സ്വപ്നം കാണുവാനിടയായി തീർന്നു. ഡോക്ടർ എന്നോട് പറയുന്നു, കുട്ടിക്ക് ക്യാൻസറിൻ്റെ ആരംഭമാണ് എന്ന് പറയുവാനിടയായി തീർന്നു. അപ്പോൾ അത് കേട്ടായിരുന്നു ഞങ്ങൾ. എന്നിട്ട് ഇതിങ്ങനെ വളരുന്ന കാരണം പിന്നെ 2ാമത് ഒന്നും കൂടെ സർജനെ കാണിച്ചപ്പോൾ അത് ടെസ്റ്റിങ്ങിന് കോഴിക്കോടേക്ക് വിട്ട് അതിൻ്റെ റിസൾട്ട് കടന്നു വന്നപ്പോൾ പറഞ്ഞു, പെട്ടെന്ന് മെഡിക്കൽ കോളേജിന് പോകണം, നിങ്ങൾ ഇത് കീറിയെടുത്ത് കളയണം. അപ്പോൾ ചെറിയ കൊച്ചാണ്, അച്ഛൻ്റെ കാലിൻ്റെ കെട്ടൊന്നും അഴിച്ചിട്ടില്ല, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കഷ്ടതയും കൂടെ വന്നപ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസമായി. ഞാനും പപ്പയും അച്ചായനും മോളും കൂടെ മെഡിക്കൽ കോളേജിൽ പോയി. അവർ ചെന്നപ്പോൾ ഇങ്ങനെ ഭയങ്കര ടെസ്റ്റൊക്കെ ചെയ്തിട്ട് പറഞ്ഞു, ഇത് പെട്ടെന്ന് കീറിയെടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾ അടുത്ത ചികിത്സയിലേക്ക് തുടങ്ങണം അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പ, സഹിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ സഹിച്ചു കഴിഞ്ഞ് ഇനി പറ്റില്ല, അതുപോലെ ഒരു പെൺകുഞ്ഞാണ്, സഹിക്കാൻ പറ്റില്ല അപ്പ എന്ന് പറഞ്ഞ് അവരത് പിറ്റേ ദിവസം വീട്ടിൽ പോയിട്ട് വന്നിട്ട് അഡ്മിറ്റാക്കി. ഈ മഴയൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോട് കാണുക, എൻ്റെ മോളും ഞാനും. അച്ചായനും ചാച്ചനും പുറത്താണ്. അങ്ങനെ ഈ മുഴയൊക്കെ എടുത്തപ്പോൾ ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുണ്ട്. അത് കൊണ്ടുപോയി അവർ ടെസ്റ്റിന് വിട്ടു. ഞങ്ങൾ പിറ്റേ ദിവസം ഇങ്ങനെ ഡിസ്ചാർജ് ആവാനായിട്ടിരിക്കും. അപ്പോൾ ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, സന്തോഷത്തോടെ അത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്ത് ഞാൻ കരയാൻ തുടങ്ങി. ഡോക്ടറിനോട് ഞാൻ കണ്ടതുപോലെ എന്നോട് പറഞ്ഞു, കുട്ടിക്ക് ക്യാൻസറിൻ്റെ ആരംഭം. അതിൻ്റെ റിസൾട്ടൊന്നും വന്നില്ല. അപ്പോൾ കുട്ടിക്ക് ക്യാൻസറിൻ്റെ ആരംഭം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് വലിയ വായിലേ നിലവിളിപ്പാനിടയായി, കർത്താവേ
എനിക്കും എൻ്റെ കഷ്ടമൊന്നും തീർന്നില്ല, ഇനി അടുത്ത കഷ്ടം കൂടി എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിങ്ങനെ കരയാനിടയായി തീർന്നു. അപ്പോൾ അവിടെയുള്ളവരൊക്കെ ചോദിച്ചു, എന്താ ചേച്ചി? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല. എന്നിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞു, മോളെ, നിൻ്റെ പപ്പയെ ദൈവം സൗഖ്യമാക്കിയതല്ലേ, ആ പപ്പ മോളെയും സൗഖ്യമാക്കും. പക്ഷേ നീ ഇത് വീട്ടിൽ പറയരുത്, അമ്മയോട് പറയരുത്. വീട്ടിൽ അമ്മയും മോനും ഉണ്ട്, ഞാനും ചാച്ചനും മോളും അച്ഛനും മാത്രമേ ഇത് അറിയത്തുള്ളൂ, മറ്റാരോടും പറയരുത്. ഒരു പെൺകുഞ്ഞാണല്ലോ, അത് ഒരു വല്ലാത്ത പ്രയാസമായി തീരുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ വിട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം, ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ചു വരണം. ഞാനും ചാച്ചനും അമ്മയും ഞങ്ങൾ മാത്രം, വിശ്വാസികളോട് പറഞ്ഞില്ല. ഒരു ദിവസം ഇരുന്ന് അന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ റിസൾട്ട് വാങ്ങാനായിട്ട് ഈ സ്റ്റിച്ചൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കോഴിക്കോടേക്ക് പോയി. എൻ്റെ ചാച്ചൻ ഇങ്ങനെ റിസൾട്ട് വാങ്ങാനായിട്ട് നിൽക്കുകയാണ്. അവിടെ ചെന്ന് കൈ വിറയ്ക്കുകയാണെന്ന് ചാച്ചൻ പറഞ്ഞു. അതെങ്ങനെ വാങ്ങിക്കണമെന്നറിയില്ല. ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഡോക്ടറെ അടുത്തിരിക്കുകയാണ്. ഞങ്ങളാകെ ഒരുമാതിരി ഇനി ഇതിന് മുൻപോട്ട് ഡോക്ടർ പറഞ്ഞ അവസ്ഥയിലാണെങ്കിൽ നമുക്കത് താങ്ങാൻ പറ്റത്തില്ല. പക്ഷേ റിസൾട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ചാച്ചൻ്റെ കയ്യിലോട്ട്, ചാച്ചൻ വിറയലോടെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഡോക്ടർ പറഞ്ഞു, കുട്ടിക്ക് ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് സന്തോഷത്തോടെ വരും. അതിനുശേഷമാണ് ഞങ്ങൾ ചർച്ചിലും അമ്മയോടൊക്കെ പറയാനിടയായി തീർന്നത്. അങ്ങനെ സന്തോഷത്തോടെ പിന്നെയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്, എല്ലായിടവും പോകുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി കൽപ്പറ്റ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ കഷ്ടം നമ്മളെ പിന്നെയും വിടില്ല പക്ഷേ, പിന്നെയും നമ്മുടെ പുറകെ അതിങ്ങനെ അടിക്കടിയായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ സന്തോഷകരമായൊരു കുടുംബജീവിതമായിരുന്നു. കുഞ്ഞുങ്ങൾ, മോൻ 10ാം ക്ലാസ്സിലായി, മോള് 6ലായി. അവിടെ കുറച്ച് വിശ്വാസികളെയൊക്കെ ദൈവം ഞങ്ങൾക്ക് തന്നു, നല്ലൊരു കൂട്ടായ്മയൊക്കെ തന്നു. വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഹോസ്പിറ്റൽ മിനിസ്ട്രിയുടെ ഒരു പ്രവർത്തനം വയനാട്ടിൽ വന്നു. അങ്ങനെ എന്നെ അതിനകത്തേക്ക് ആക്കാനിടയത്. എൻ്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, നീ അതിനകത്ത് അയക്കോ? ഞാൻ പറഞ്ഞു, ഞാനില്ല, ഇച്ചിരിയോട് പ്രായമുള്ളവരൊക്കെ ആയിക്കോട്ടെ. അല്ല, നീ അയക്കോ, നീ ആകെ. എന്നെ അങ്ങനെ അവർ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തു ഹോസ്പിറ്റൽ മിനിസ്ട്രിയുടെ പ്രവർത്തനം. എനിക്കൊന്നും അറിയില്ല, പക്ഷേ ഞാൻ അതിനകത്ത് ആയി. അങ്ങനെ ഒരു കൂട്ടായ്മ അവിടെ തുടങ്ങി. അതിന് മുമ്പൊരു കാര്യം പറയട്ടെ. 2015 31 ലാസ്റ്റ് ഡിസംബർ മാസം അച്ചായന് ഒരാളെ സ്നാനപ്പെടുത്താൻ പറഞ്ഞപ്പോൾ 2 പേരെ സ്നാനപ്പെടുത്തി ചർച്ചിൽ. അത് കഴിഞ്ഞ് സെൻറ്ററിൽ, അന്ന് സെൻറ്ററിൻ്റെ സെക്രട്ടറി ആയിട്ടൊക്കെ കുറച്ച് നാളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ചിലരെ സ്നാനപ്പെടുത്താൻ ഇടയാക്കി തീർത്തു. ദൈവം എത്ര വിശ്വസ്തനാണ് ദൈവദാസനെ. നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ളവനാണെന്നൊക്കെ അന്നേരം മനസ്സിലാക്കൊണ്ടൊക്കെ ഉണ്ട്. അപ്പം എന്നോട് പറഞ്ഞ്, ഞാൻ സ്നാനപ്പെടുത്താൻ പോവുകയാണ്, ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ വെക്കരുതേ. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്നാനപ്പെടുത്തണ്ട, ദൈവമേ ഒരു 60 വയസ്സ് വരെ ഞങ്ങൾക്ക് ജീവിക്കാൻ ദൈവം സഹായിക്കണേന്ന് ഞാൻ ദൈവത്തോട് പറയുമായിരുന്നു. കർത്താവേ, എനിക്കൊരു 60 വയസ്സ് വരെ ഞങ്ങൾക്ക് സന്തോഷത്തോടെ, ഈ പ്രയാസമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി നാൾ ജീവിതം മുന്നോട്ട് പോകത്തില്ല എന്നൊരു അവർക്കും തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ പറയാൻ ഞങ്ങൾക്ക് ഒന്നുമില്ല, പക്ഷേ സന്തോഷമെന്നുള്ളത് ഞാനിങ്ങനെ വേറൊന്നും ചിന്തിക്കാറില്ല. എനിക്ക് കിടപ്പാടമില്ലല്ലോ, അതില്ലല്ലോ, ഇതില്ലല്ലോ. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ ഞങ്ങൾക്കൊരു വീട് തരണമേ, ഒരു കാറ്. അവരുടെ കുഞ്ഞ് അറിവിൽ അതൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഞാനിതൊന്നും പ്രാർത്ഥിക്കാറില്ല. ഞാൻ കർത്താവേ നമ്മൾക്ക് ആ പറ്റുന്ന സമയം വരെ നമ്മൾ പാഴ്സനേജ്, അത് കഴിയുമ്പോൾ ദൈവം ഒരുക്കും. പക്ഷെ അച്ചായന് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഈ രണ്ടാമതും പിന്നെ ഇങ്ങനെ ഛർദിയൊക്കെ വരുമ്പോൾ ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ സീരിയസ് ആയ സമയത്ത് ഒരു ദിവസം എന്നോട് പറഞ്ഞു, നിനക്ക് ഒന്നുമില്ലല്ലോ ഈ ഭൂമിയിൽ, ഒരു 2 സെൻറ്റ് സ്ഥലമെങ്കിലും വാങ്ങിച്ചൊരു ചെറിയ ഭവനം വെച്ചിട്ട് ദൈവമേ എന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റാവേ എന്നൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോയി. അപ്പോൾ ഈ സ്നാനപ്പെടുത്തിയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങളങ്ങനെ ആണെങ്കിൽ സ്നാനപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു. അവർ സ്നാനപ്പെടുത്തി. അതിനുശേഷം 2016 ഒക്ടോബർ മാസം 20-ാം തീയതി എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഹോസ്പിറ്റൽ മിനിസ്ട്രിയുടെ സഹോദരിമാരുടെ ഒരു കൂട്ടായ്മ നടക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നു. വണ്ടി ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല, പഠിക്കാൻ ഇഷ്ടമായതുകൊണ്ട് പോയി. പിന്നെ അവിടെ ഒരു ബൈബിൾ ക്ലാസ് പഠിക്കുന്നുണ്ട് അവിടെ പാസ്റ്റർമാരെല്ലാം കൂടെ. അപ്പം അതിനൊക്കെ പോയി. അങ്ങനെ അപ്പോൾ രാവിലെ പോയി വീട്ടിലെ സാധനങ്ങൾ ഇച്ചിരി കറി വെക്കാൻ വെച്ച് സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിട്ട് അങ്ങനെ പോയി തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോடு പോയി. പെട്ടെന്ന് പിന്നെ പോകണം, അവിടെ മാനന്തവാടിക്ക് പോകണം, ഇത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് വേണം പോകാൻ. അങ്ങനെ കയറി വന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ പിന്നെയും പുള്ളി ഛർദ്ദിക്കുവാൻ ഇടയായിത്തീർന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു ഛർദ്ദി ഉണ്ടാകലുണ്ട്, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അങ്ങനെ
അവിടെ കിടന്നു. ഞാൻ എൻ്റെ പണി നോക്കി, സഹോദരിമാരെല്ലാം വന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ, വളരെ അനുഗ്രഹിക്കപ്പെട്ട, ദൈവം എന്നെ എങ്ങനെ ഒരുക്കിയെടുക്കുകയായിരുന്നൊക്കെ പറയാം. അങ്ങനെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോയി. ഞങ്ങൾ അവിടെ വേറെ ദൈവദാസനും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദൈവദാസനെ വീട്ടിലാക്കിയിട്ട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വൈകിട്ട്, അതുവരെ അവരവിടെ കിടന്നു. വൈകിട്ട് കൂട്ടായ്മയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മാനന്തവാടി ഹോസ്പിറ്റലിലേക്ക് അച്ഛനെയും കൊണ്ടുപോയി. തീരെ അവശനായിരുന്നു. പക്ഷേ അന്ന് രാത്രി ഞങ്ങൾ രണ്ടുപേരും, ആ ദൈവദാസൻ പറഞ്ഞു ഞാൻ നിൽക്കാൻ വേണ്ട. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട, പാസ്റ്റർ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ കൂടെ പോയിക്കോ, ഞാനിവിടെ നിന്നോളാം. അന്ന് ആണുങ്ങളുടെ വാർഡിലൊന്നും പെണ്ണുങ്ങളെ നിർത്തത്തില്ല. ഞാനിങ്ങനെ കമ്പിളിയൊക്കെ ഇങ്ങനെ പുതച്ച്, അവർ കാണാതെ, സെക്യൂരിറ്റി കാണാതെ ഇങ്ങനെ, ഞാൻ ചേച്ചി ഇവിടുന്ന് പോക്കോ. ഞാൻ പറഞ്ഞു ഇല്ല, പോകില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. എനിക്ക് ആരുമില്ല ഇവിടെ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ചാച്ചനൊക്കെ കർണാടകത്തിൽ വരണമെങ്കിൽ ഒരു 5-6 മണിക്കൂർ എടുക്കും. അപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞായിരുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ എൻ്റെ അപ്പനും അമ്മയും ഓടിയെത്തും. അവർക്കറിയാം ഛർദിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിലായിരിക്കും, അതുകൊണ്ട് പെട്ടെന്ന് ഓടിയെത്തും. അങ്ങനെ ഞങ്ങൾ കർണാടകത്തിൽ നിന്ന് അമ്മയപ്പനും ഒക്കെ യാത്ര ചെയ്ത് വരികയാണ്. ഞാൻ രാത്രിയിൽ ഇങ്ങനെ ഇരുന്നു. ഇവർ ഭയങ്കര ഛർദി, രാത്രി ഫുള്ളും ഛർദി. ഞാൻ അച്ഛൻ്റെ കാലിൻ്റെ ചുവട്ടിലിങ്ങനെ ഇരുന്ന് ഛർദ്ദിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വഴക്ക് പറയും, കൈയിട്ട് ഇങ്ങനെ ഛർദ്ദിക്കും, ഇവിടെ വന്ന് തങ്ങി നിൽക്കും പോലെ. അപ്പോഴൊക്കെ വഴക്ക് പറയും, അങ്ങനെ ഇട്ട് കാണിക്കില്ലെന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ പറയുമായിരുന്നു. എന്നാൽ രാത്രി മൊത്തം ഇങ്ങനെ ഛർദ്ദിച്ചു. രാവിലെ ആയപ്പോഴത്തേന് ഞാൻ പറഞ്ഞു, അച്ഛാ ഇച്ചിരി കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് പാസ്റ്റർ വന്നു. പാസ്റ്റർ അവിടെ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു ഞാനൊരു 10 മണിയാകുമ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത വീട്ടിൽ പോയി അവിടെ എല്ലാം കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. 10 മണിയായപ്പോൾ എന്നെ ദേവദാസൻ വിളിച്ചു, മേരിക്കുട്ടി വേഗം വരണം, ക്ലീറ്റസിന് ഷുഗർ കൂടിയെന്ന് തോന്നുന്നു, വേഗം വരാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് വേഗം കുളിച്ചിട്ട് ഞാൻ ഓടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേന് എൻ്റെ പ്രിയപ്പെട്ടവർ വല്ലാത്തൊരു അവസ്ഥയിലാണ്. എനിക്കത് കാണാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഞാൻ ഒരിക്കലും അങ്ങനൊരു സാഹചര്യം, പലപ്പോഴും മരണമെന്നൊക്കെ പറയുന്നത് നേരത്തെ വന്നു പോയതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഓക്സിജനൊക്കെ കൊടുത്തു, ഒരു വല്ലാത്തൊരവസ്ഥ. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയേക്കുന്നു. പപ്പ അമ്മ വന്നിട്ടില്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ കൈകാലുകളൊക്കെ ഇട്ടെങ്കിൽ ഞാൻ ചോദിച്ചു, എന്നാ അച്ഛാ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ തിരുമ്പം കാണിപ്പാനിടയായിരുന്നു. എന്നെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു, പക്ഷെ ഞങ്ങൾ ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു പ്രയാസമുണ്ട്. അങ്ങനെ പറഞ്ഞ് അവർ കണ്ണൊക്കെ മേളിലോട്ട് പോകും. അപ്പം ഞാൻ വിചാരിച്ചില്ല ഇനി ഇതിനപ്പുറം അങ്ങനത്തെ ചിന്ത എൻ്റെ ഹൃദയത്തിനകത്ത് വന്നിട്ടില്ല. ഞാൻ വലിയ നിലവിളിപ്പാനിടയായിരുന്നു. അപ്പോൾ എൻ്റെ വിശ്വാസികളൊക്കെ അവിടെ ആശുപത്രിയുടെ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഓടി വന്നു. ഇവരെ അങ്ങ് ഐസിയുലോട്ട് കൊണ്ടുപോയി. ആ കൊണ്ടുപോകുന്ന വഴിക്ക് അവർ അപ്പൻ്റെ അടുത്തേക്ക് കടന്നു പോയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ അവിടെ പിന്നെ ഞാൻ പറഞ്ഞു, പാർശ്വ എന്നെ ഒന്ന് കാണിക്കുക, ഐസിയുവിനകത്തോട്ട് കയറ്റി. അപ്പോൾ അങ്ങനെ കിടക്കുന്നൊരവസ്ഥ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായിത്തീർന്നു. എന്നെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു ആ സമയം അവിടെ. പക്ഷേ ദൈവം കൈവിടില്ല, ഒന്നും അറിയില്ല എനിക്ക്. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥന, കർത്താവേ ഇനി ഞാൻ എന്നാ ചെയ്യാനാ, എനിക്കൊന്നും പറ്റില്ല, ഒന്നും അറിയില്ല. എനിക്ക് മുകളിലോട്ട് നോക്കിയാൽ ആകാശം, വേറെ പണി അറിയില്ല. SLC കഴിഞ്ഞ് നിൽക്കുന്ന എനിക്ക് സുവിശേഷമല്ലാതൊരു വേല എനിക്കറിയില്ല. ഞാനിനി എന്നാ ചെയ്യും? എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ എന്തു ചെയ്യും? ഒന്നും അറിയാത്ത സാഹചര്യം. അവിടെ ദൈവത്തോട് നിലവിളിപ്പാനിടയായി തീർന്നു. പക്ഷേ ദൈവം എന്നെ തലേദിവസം ഒരുക്കുകയായിരുന്നു. പക്ഷേ യേശപ്പന് അറിയാമല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ തലേദിവസം എന്നെ കർത്താവ് ഒരുക്കി. അന്ന് ഇതിനകത്ത് സാക്ഷ്യം പറഞ്ഞൊരു ജാനു ആൻറ്റിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് അന്ന് ആൻറ്റി പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. മീറ്റിങ്ങിൽ എന്നെ ഒരുക്കുമായിരുന്നു. നന്നായിട്ട് ദൈവവചനം പറയുന്നൊരു സഹോദരിയാണ് വയനാട്ടിൽ. അങ്ങനെ ആ കൂട്ടായ്മയിൽ തലേദിവസം കർത്താവിനെ ഒരുക്കി. പിന്നെ ഭവനത്തിലേക്ക് ഓടിയെ കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റിയില്ല. അപ്പം പിള്ളേരെ വിളിക്കാനായിട്ട് ചർച്ചിലെ ഒരു മോൻ അങ്ങോട്ട് സ്കൂളിൽ ചെന്നപ്പോഴത്തേന് എൻ്റെ മോൾക്കറിയാം, 6ാം ക്ലാസ്സിലാണെങ്കിലും അവർക്ക് അറിവായല്ലോ പപ്പയുടെ പ്രയാസമൊക്കെ വരുമ്പോൾ. ഇങ്ങനെ പിന്നീട് എന്നോട് ഇങ്ങനെ പറയാനിടയത്ത്, നമ്മ റോബിൻ ചേട്ടായി വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവേ എൻ്റെ പപ്പയ്ക്ക് ഒന്നും ആവല്ലേ ദൈവമേ, ഒന്നും ആവല്ലേ. അങ്ങനെ വിളിക്കാൻ ചെന്നിട്ടില്ല ഇതുവരെ. അപ്പം എന്താ ഇങ്ങനെ വിളിക്കാൻ വന്നത്? അങ്ങനെ വന്നപ്പോൾ വല്ലാത്തൊരാൾക്കൂട്ടമൊക്കെ ആയിരുന്നു കുഞ്ഞിന് കാണാനിടയായിത്തീർന്നത്. വേദനയായി തീർന്നു. അങ്ങനെ
2021 ഞങ്ങളുടെ കുടുംബജീവിതവും ശുശ്രൂഷയും എല്ലാം അവസാനിച്ചു. പക്ഷേ ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ അരുമനാഥൻ ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ. നമ്മുടെ ഭർത്താവ് അവസാനിക്കാം, മക്കൾ ഈ ലോകത്തിൽ നിന്ന് മാറാം, ഭാര്യ മാറിപ്പോകാം, പക്ഷേ എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ അരുമനാഥൻ നമ്മൾക്ക് വേണ്ടി കരുതുവാൻ ശക്തനായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, ഒന്നും അറിയത്തില്ല. നിന്റെ ദാസനെ കൊണ്ടുപോയ അങ്ങ് ബാക്കി ഇനിയുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് ചെയ്തു കൊള്ളണം എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ കർണാടകത്തിലായതുകൊണ്ട് അവർക്ക് അവിടെ ചർച്ചയൊക്കെ ഉണ്ട്. ഇവിടുത്തെ കൂട്ടാം, എത്ര കാലം വേണമെങ്കിലും അവിടെ ഇരിക്കാം, മാറേണ്ട കാര്യമില്ല. അപ്പം എന്നെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് അങ്ങോട്ട് പോകാമെന്നുള്ള തീരുമാനമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ ഞാനിങ്ങനെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയും ഉള്ള കാലം ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അവർ പൂർത്തീകരിക്കാത്തത് ഞങ്ങളിൽ കൂടി ചെയ്തു തീർക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെട്ടില്ല. ചാച്ചനും അമ്മയെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാലും ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച ഒരു കൂട്ടം ദൈവജനം ഇവിടെയാണ്, ഞാൻ അവരുടെ കൂടെ നിന്നുകൊള്ളാം. ദൈവം വിശ്വസ്തനാണ് പാസ്റ്ററെ, അത് മരണത്തിലും വിശ്വസ്തനാണ്. എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് 2 സെൻറ്റ് സ്ഥലം, ഒരു വീടെന്നുള്ളത്. അവരുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നിട്ട് എന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റാമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അത് മരിക്കുന്നതിന് ഒരു 3-4 ദിവസം മുന്നേ ഇങ്ങനെ പറയുകയും ചെയ്തായിരുന്നു. അപ്പോൾ ആ ബോഡി അവിടെ കിടക്കുമ്പോൾ തന്നെ അവിടെയുള്ള പാസ്റ്റർമാർ വന്നിട്ട് എൻ്റെ പപ്പായോട് ചോദിച്ചു, പാസ്റ്റർ ഇങ്ങനെയാന്നൊക്കെ ചോദിച്ചപ്പോൾ ചാച്ചൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ എനിക്ക് സ്ഥലം വാങ്ങിക്കുവാനുള്ള ക്രമീകരണങ്ങൾ അവർ കേട്ടില്ല എന്നേ ഉള്ളൂ. അവരുടെ ആഗ്രഹത്തെ ദൈവം അവിടെ സാധിപ്പാനിടയായി തീർന്നു. അങ്ങനെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞു. പിന്നെ ഞങ്ങളൊരു 5-6 മാസം കൂടെ ആ നിൽക്കുന്നിടത്ത് തന്നെ നിന്ന് പാസ്റ്റർമാർ വന്ന് ആരാധന നടത്തി. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം കഴിയണമായിരുന്നല്ലോ. അപ്പം മോൻ 10ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ മെയ് മാസം അവിടെ നിന്നും പനമരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാനന്തവാടിയിൽ നിന്ന് മാറി. സെൻറ്ററുകാർ വീടെടുത്ത് അവിടെ തന്നു. എനിക്കവിടെ 10 സെൻറ്റ് സ്ഥലം ദൈവം തന്നു. പനമരം പച്ചിലക്കാട് എന്ന് പറയുന്നൊരു സ്ഥലത്ത് 10 സെൻറ്റ് സ്ഥലം തന്നു. അനേക ദൈവമക്കൾ. അപ്പോൾ ഹോസ്പിറ്റൽ മിനിസ്ട്രിയിലേക്ക് എന്നെ ആക്കി. അതെൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. എന്നോട് പറഞ്ഞു, നീ ഇതിനകത്തുനിന്ന് മാറരുത്, ഇതിനകത്ത് നിന്നോണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്തേക്ക് ആയതുകൊണ്ട് സെൻട്രൽ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നല്ലൊരു ആക്റ്റീവായൊരു വ്യക്തിയായിരുന്നു. ഞങ്ങൾ 2 പേരും ആയിരുന്നപ്പോഴും പിന്നെ അതിന് ശേഷവും പിന്നെ സഹോദരിമാരുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ, BBS, കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ, ജയിൽ മിനിസ്ട്രി, ഹോസ്പിറ്റൽ മിനിസ്ട്രിയിലായതുകൊണ്ട് കുറേ കൂടെ എനിക്ക് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടാനൊക്കെ ദൈവം എനിക്ക് സാഹചര്യങ്ങൾ ഒരുക്കി തന്നു. അങ്ങനെ ഞാൻ അവർ ഇരുന്നതിനെക്കാട്ടിലും അധികമായിട്ട് ഞങ്ങൾ 2 പേരും ഇപ്പം നമ്മൾ സെൻറ്ററിൻ്റെ കീഴിലാകുമ്പം ഒരു ചർച്ചിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ പിന്നെ എനിക്ക് ചർച്ചൊന്നുമില്ല, ഒരു പാസ്റ്റർ കീഴിലാണല്ലോ. അപ്പോൾ എനിക്ക് എവിടെയെല്ലാം സുവിശേഷം പോകാൻ പറ്റുമോ, കൂട്ടായ്മകൾക്ക് പോകാൻ പറ്റുമോ, ജയിൽ മിനിസ്ട്രിയൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ കടന്നുപോയി സുവിശേഷം പറയാനൊക്കെ എൻ്റെ പപ്പായും അമ്മയും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞിലേ മുതലേ സപ്പോർട്ടാണ്. പിന്നെ ഇവർ മരിച്ചതിന് ശേഷം എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. എനിക്ക് എൻ്റെ വീടിന് വേണ്ടിയിട്ട് അനേക ദൈവദാസന്മാർ, അവർക്കെല്ലാം ഈ സമയത്ത് ഞാനൊരു നന്ദി പറയുകയാണ്. അതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ച അനേക ദൈവദാസന്മാരുണ്ട്. അപ്പോൾ ആ ഭവനത്തിൻ്റെ പണിയൊക്കെ നടക്കുമ്പോൾ മാതാപിതാക്കൾ വളരെ അതിൻ്റെ പിറകിൽ ഓടുമ്പോൾ ഞാൻ അങ്ങോട്ടുള്ള കാര്യമല്ല, ഞാൻ ഓടുന്നത് മൊത്തം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി. ഇങ്ങനെ കോളനികളിൽ എന്ന് വേണ്ട അങ്ങനെ എനിക്ക് ഇരിക്കാൻ സമയമില്ല, അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ ഓർത്ത്, കർത്താവേ, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നു, ഞാനൊന്നും അറിയുന്നില്ല. സാമ്പത്തികമായിട്ട് ദൈവം എനിക്ക് വഴികളെ തുറന്നു. അവരുടെ കാര്യങ്ങൾ, വീടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ദൈവമക്കളെ കൊണ്ട് സഹായിച്ചതുകൊണ്ട് ആ കാര്യങ്ങൾ അങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ എൻ്റെ വീടൊരു 8-9 മാസമായപ്പോൾ മനോഹരമായ ഒരു ഭവനം, എനിക്ക് ജീവിതത്തിൽ ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഒരു ഭവനം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകുവാൻ ഇടയായിത്തീർന്നു. അതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ച ഒരുപക്ഷെ അവരൊക്കെ ഈ വീഡിയോ കാണുമായിരിക്കും, പേര് പറയുന്നില്ല. അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അവരോടുള്ള നന്ദി ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. നമുക്ക് അങ്ങനെ എനിക്കൊരു മനോഹരമായ ഭവനം അവിടെ
തന്നു. അപ്പോൾ ആ ഭവനത്തിലായിരുന്നുകൊണ്ട് ഇന്നിപ്പോൾ ഒരു ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ചർച്ചിൻ്റെ ഒരു ചെറിയ കൂട്ടായ്മ, എൻ്റെ പപ്പയും അമ്മയും ഞാൻ അവരെൻ്റെ കൂടെ ഇങ്ങ് വയനാട്ടിലേക്ക് വന്നു. ഞങ്ങളുടെ സെൻറ്ററിൽ ഒരു പ്രവർത്തനം കൊടുത്തു. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് ചെറിയൊരു കൂട്ടായ്മ അവിടെ എൻ്റെ പപ്പ നടത്തുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടു കൂടി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. ഞാനിങ്ങനെ കോളനി വർക്കിനൊക്കെ പോയി. അപ്പോഴൊക്കെ എൻ്റെ ഒരു ആഗ്രഹം എന്തെന്ന് പറഞ്ഞാൽ, എനിക്ക് പാസ്റ്റർ ശുശ്രൂഷ തീർന്നിട്ടില്ല, എനിക്കറിയാം അത്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ എന്നെ ഒരു പാസ്റ്ററാക്കണേ. പക്ഷേ ഒരു സഹോദരിക്ക് പാസ്റ്ററാകാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങളുടെ അവിടെ ഒരു മാനന്തവാടി ഒരു അലക്സ് പാപ്പച്ചൻ എന്ന് പറഞ്ഞൊരു പാസ്റ്ററുണ്ട്. അപ്പോൾ ആ പാസ്റ്റർ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. അപ്പം അവർ പുതിയ പ്രവർത്തനം എടുത്ത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അവരല്ലാതെ നമ്മുടെ വീട്ടിലോട്ട് വരേണ്ട കാര്യമില്ല, ഞങ്ങൾ കൽപ്പറ്റ സെൻറ്ററുകാർ, അവർ വേറെ പുതിയ പ്രവർത്തനമാണല്ലോ. അപ്പോൾ രണ്ടുപേരും കൂടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയെ അലക്സ് പാപ്പച്ചൻ പാസ്റ്ററൊക്കെ വരുന്നുണ്ട്, എന്നെ പാസ്റ്റായിട്ട് എടുക്കാനാന്ന് തോന്നുന്നു. ഞാൻ ചുമ്മാ പറഞ്ഞതാ. പക്ഷേ അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, മേരിക്കുട്ടി സിസ്റ്റർ, ഞാനിതുപോലെ ഒരു പ്രവർത്തനം തുടങ്ങുന്നുണ്ട്. അപ്പോൾ കോളനി വർക്കാണ് പുള്ളി, ട്രൈബൽസിൻ്റെ ഇടയിലുള്ള പ്രവർത്തനങ്ങളാണ് പുള്ളിയുടെ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ പാസ്റ്റർ, ഞാനിപ്പം പറഞ്ഞു നാവെടുത്തിട്ടേ ഉള്ളൂ, ഞാൻ വരാം. അപ്പോൾ 2 സഹോദരിമാരെ ഈ രണ്ട് പേര് വെച്ചിട്ട് അങ്ങനെ വിടും. അപ്പോൾ ഞാനും ഒരു സഹോദരി ആ കോളനിയിൽ അങ്ങനെ എല്ലാ ദിവസവും ആഴ്ച 2 ദിവസം വർക്കിന് പോകണം, ഈ കോളനിയിൽ പോകണം. അപ്പോൾ ഞങ്ങൾ പണ്ട് മാനന്തവാടി താമസിച്ച ടൗണിൽ ഇറങ്ങിയിട്ട് വേണം ഈ കോളനിയിലേക്ക് കടന്നു പോകാൻ. ഞാൻ ആദ്യമായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു, ഇവരെ ഞങ്ങൾ അടിക്കും, ഇവിടെ ഇനി കയറാൻ പറ്റത്തില്ല, അവിടെ ഒരു മന്ത്രവാദി ചേട്ടനൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ എന്നെ അടിക്കാൻ തോന്നും? നിങ്ങളുടെ ഒരു സഹോദരിയായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ അടിക്കാൻ തോന്നുമോ സഹോദരങ്ങളെ? അവരോടൊക്കെ കൂടെ ചേർന്ന് നിന്ന് അങ്ങനെ അവിടെ പ്രവർത്തിപ്പാനിടയായി തീർന്നു. അപ്പോൾ ഒക്കെ ഒരു ദിവസം ഈ ദൈവദാസൻ ഞങ്ങൾ 2 സഹോദരിമാരെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, അടുത്ത ആഴ്ച തൊട്ട് ഉച്ച കഴിഞ്ഞിട്ട് നിങ്ങൾ 2 പേരുടെ പോയി അവിടെ ആരാധന നടത്തണമെന്ന് പറഞ്ഞു. വേറൊരു കോളനിയിൽ ആരാധന നടത്തും. ഞാൻ വർക്ക് ചെയ്യുന്ന കോളനിയിലല്ല, വേറൊരു കോളനിയിൽ അങ്ങനെ ആരാധന നടത്തുന്നു. എനിക്ക് വളരെ സന്തോഷമായി. ഞാനിങ്ങനെ ആരാധന നടത്താനൊക്കെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ പോകും. അങ്ങനെ ജീവിതത്തിൻ്റെ ആ ഒരു വിഷമ സന്ധിയിൽ എനിക്ക് ഇരിപ്പാൻ എന്നെ ദൈവം അനുവദിച്ചില്ല. ഒരാഴ്ച പോലും എനിക്കങ്ങനെ വീട്ടിലങ്ങനെ ഇതായിരിക്കാൻ സാധിച്ചില്ല. എന്ന് വെച്ചാൽ മരണം കഴിഞ്ഞു, പിന്നെ സ്ഥലത്തിൻ്റെ കാര്യത്തിനൊക്കെ ഓടുവാനിടയായി തീർന്നു. അങ്ങനെയുള്ള ഓട്ടം, പിന്നെ BBS കാര്യങ്ങൾ, പിന്നെ ഇതുപോലെ വർക്ക് കാര്യങ്ങൾ, സെൻറ്ററിൻ്റെ കാര്യം, ഓരോ മീറ്റിംഗ് കാര്യം, അങ്ങനെ ഹോസ്പിറ്റൽ മിനിസ്ട്രി, അങ്ങനെ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ ഇഴുകിച്ചേർന്നത് കൊണ്ട് ഇത് ഓർത്ത് എനിക്ക് വ്യാകുലപ്പെടാൻ എന്നെ ദൈവം അനുവദിച്ചില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞായിരുന്നു, കർത്താവേ, എനിക്ക് ദൈവം 2-3 കാര്യങ്ങൾ എനിക്ക് തരണം. എനിക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയില്ല, നന്നായിട്ട് പാടാൻ അറിയില്ല, നന്നായിട്ട് സുവിശേഷം പറയാൻ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്താലും ഞാൻ പറയുന്ന കാര്യം ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെങ്കിലും ആശ്വാസമായിരിക്കണമേ. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ട്രാക്റ്റുമായിട്ട് ചെല്ലുമ്പോൾ അവർ ഞങ്ങളെ ഇങ്ങനെ വിളിച്ചിട്ട് അവരുടെ അടുത്തോട്ടൊക്കെ ചെല്ലുമ്പോൾ അമ്മച്ചിമാരും ആൾക്കാരും, മോളെ, നിന്നിൽ എന്തോ ഒരു പ്രത്യേകത ഞങ്ങൾ കാണുന്നു. അപ്പോൾ അവർക്കറിയില്ലല്ലോ, നമ്മൾ യേശുപ്പച്ചനോട് ചോദിച്ച് വാങ്ങിച്ചാന്നും അവർക്കറിയത്തില്ലല്ലോ. ഞാനും എൻ്റെ അമ്മയും വേറെ സഹോദരിമാരൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പോകും ഹോസ്പിറ്റലിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു വലിയ സന്തോഷമാണ്. അപ്പം ഞാൻ ദൈവത്തോട് അവരോട് പറയാൻ പറ്റില്ലല്ലോ, ദൈവത്തോട് ചോദിച്ച് വാങ്ങിച്ചതാ. അപ്പോൾ ഒരു പാട്ടൊക്കെ പാടുമ്പോൾ പാടാനൊന്നും വലുതായിട്ട് അറിയില്ല. പക്ഷേ ആ പാട്ടൊക്കെ പാടിക്കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി എന്നോട് പറയും, മോളെ, അതെൻ്റെ ഹൃദയത്തിനകത്ത് ടച്ച് ചെയ്യുന്നതായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പാടിക്കഴിഞ്ഞ് ഞാൻ ആസ്വദിച്ച് കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ മറ്റുള്ളവർക്ക് തരുന്നത്. കർത്താവിൽ നിന്നെങ്കിലും പ്രാപിക്കുകയും മറ്റുള്ളവരെ കേൾപ്പിച്ച് കൊടുക്കുകയും ചെയ്യുന്നത് എന്തെന്നാലും തിരുവചനം പഠിപ്പിക്കുന്ന പോലെ നമ്മളത് അനുഭവിച്ചിട്ടല്ലേ മറ്റുള്ളവർക്ക് കൊടുക്കുക. അപ്പോൾ അത് ഏറ്റവും രുചികരമായിരിക്കും. അത് ചോദിച്ച് വാങ്ങിച്ചതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെനിക്ക് അങ്ങനെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ജയിൽ മിനിസ്ട്രി, ജയിലിൽ എനിക്ക് പോകാനിടയായിത്തീർന്നു. കൊറോണ ടൈം വരെ ഞാനൊരു ലീഡറായിട്ട്, അതിന് ഹോസ്പിറ്റൽ മിനിസ്ട്രിയോട് എനിക്ക് വളരെ സന്തോഷമാണ്. എന്നെ അങ്ങനെയൊക്കെ അവർ ഒത്തിരി പ്രോത്സാഹിപ്പിക്കും, സെൻറ്ററുകാരായാലും എല്ലാവരും പ്രോത്സാഹനം തരാനിടയായിത്തീർന്നു. അതുകൊണ്ട് ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എല്ലാ മാസവും ഞങ്ങൾ സഹോദരിമാരെയും കൂട്ടി പോകും. അവിടെ കടന്നു ചെന്ന് ഒന്നും അറിയാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, ഒന്നും അറിയാത്ത ഈ സാധുവായ എന്നെ ദൈവം എവിടം വരെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് അത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ആ പ്രയാസം വന്നപ്പോൾ, പ്രതിസന്ധി വന്നപ്പോൾ ഇട്ടിട്ട് പോകുകയായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെങ്ങും ദൈവവചനവുമായിട്ടോ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ എത്തപ്പെടാൻ കഴിയില്ലായിരുന്നു. ഇന്ന് ഞാനെങ്കിൽ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു വ്യക്തിയായി മാറിയേനമായിരുന്നു. പക്ഷേ ജയിലിലൊക്കെ ചെന്ന് അവരോട് സുവിശേഷം പറയുവാനും അവരുടെ മുമ്പിൽ പാട്ടുപാടാനും അവർ ആ കണ്ണുനീര് തുടയ്ക്കാനൊക്കെ, അപ്പോഴൊക്കെ എൻ്റെ വീടിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഈ സന്ദർഭങ്ങളൊക്കെയാണ് ഈ ഓടുന്നത്.
അവിടെയൊക്കെ ആ അവസരമൊക്കെ ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. എനിക്ക് അങ്ങനെ ഒരു സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിക്കുകയാണ്. അങ്ങനെ കോളനി വർക്കിന് ഇങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ ഓട്ടോറിക്ഷയൊക്കെ ഇറങ്ങി ഇങ്ങനെ കുന്ന് കയറി പോകണം. അപ്പോഴൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്കൊരു മാനസിക പ്രയാസവുമുണ്ട്. കർത്താവെ, ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ പലരും പലതും ചിന്തിക്കുമല്ലോ, എന്നെ അറിയാവുന്ന സ്ഥലങ്ങളാണ്. അപ്പം ഞാൻ പറയും, ചിലപ്പോഴൊക്കെ എനിക്ക് എന്നെ നോക്കുന്നവർ എന്തോ പോലൊക്കെ നോക്കുന്നതൊക്കെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ, എന്നെ കർത്താവിന് ഇഷ്ടമുള്ളതുപോലെ എന്നെ ഒന്ന് ആക്കി തീർക്കണമേ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വർക്ക് ചെയ്തിട്ടൊക്കെ വന്ന് ഞാനിങ്ങനെ കിടന്നുറങ്ങിയപ്പോൾ രാവിലെ പ്രഭാതത്തിൽ ഒരു കാഴ്ച കാണാൻ ഇടയായിത്തീർന്നു. ഞാനൊരു ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് പോകുന്നു. അതുപോലെ അവിടെ ഇഷ്ടംപോലെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഡ്രം, അതുപോലെ കീബോർഡ്, ഗിറ്റാർ, ഇങ്ങനെ ഈ കർട്ടനൊക്കെ ഞാനിങ്ങനെ കാണുകയാണ്. അപ്പോൾ ഒരു ചർച്ചിനകത്താണ് എൻ്റെ കീഴിൽ പാസ്റ്റർമാരുണ്ട്, അസിസ്റ്റൻറ്റ് പാസ്റ്റർമാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടു. പക്ഷേ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് എൻ്റെ കൂട്ടുകാരികളായ ആൻറ്റിമാരോടും അമ്മയോടൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടായിരുന്നു അമ്മേ. അത് കഴിഞ്ഞ് വേറൊരു സ്വപ്നവും കൂടെ കാണുവാനിടെ എത്തിയിരുന്നു. കുറച്ച് സഹോദരിമാർ മാത്രമുള്ള ഒരു സഹോദരി ലീഡ് ചെയ്യുന്നു. ആ അമ്മച്ചിമാരവർ. അപ്പോൾ അവരുടെ അടുക്കലേക്ക് ഞാൻ കടന്നു നിന്നിട്ട് അവരെ മോശമായ രീതിയിലാണ് മറ്റവർ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ, ഇങ്ങനെയാണോ ഇതൊക്കെ ചെയ്യുന്നത്? എനിക്കത് കണ്ടിട്ട് ഭയങ്കര പ്രയാസം. ഇങ്ങനെ 2 കാഴ്ചകൾ ഞാൻ കണ്ടു. ഇത് എല്ലാവരോടും ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുമുണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, എനിക്കൊരു ശുശ്രൂഷ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയാമായിരുന്നു. ദൈവം തമ്പുരാൻ എന്നിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്, എൻ്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, എനിക്കൊരു സുവിശേഷകനെ ഒരുക്കണമേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്ക് ഇങ്ങനെ എങ്ങാനും ഒരു വഴി വന്നു കഴിഞ്ഞാൽ അമ്മ അതിന് തയ്യാറാവും ദൈവഹിതപ്രകാരം. അപ്പോൾ മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല? തടസ്സം പറയാൻ പാടില്ല. മാതാപിതാക്കൾക്കും താല്പര്യമായിരുന്നു. ഞങ്ങളുടെ സെൻറ്ററിൻ്റെ പാസ്റ്റർമാർക്കും ഓരോരുത്തർക്കൊക്കെ അതിഷ്ടമായിരുന്നു. ഞാനിങ്ങനെയൊക്കെ എല്ലാ കാര്യത്തിനും നല്ലതായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുമുണ്ടായിരുന്നു. ഞാൻ പാസ്റ്ററോട് പറഞ്ഞല്ലോ, എനിക്കൊരു ദൈവദാസനെ തരണം, ഒരു നല്ല പ്രസംഗിക്കുന്ന നല്ലൊരു ആദ്യം ഞാൻ പ്രാർത്ഥിച്ചു. രണ്ടാമത് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്കൊരു സുവിശേഷകനെ ദൈവം തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ കൊറോണ വന്ന് ഭവിപ്പാനിടയായിത്തീർന്നു. കൊറോണ വന്നപ്പോൾ പ്രിയപ്പെട്ട ദേവദാസ, എത്രയോ പേര് ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ ഭാരപ്പെടുകയാണ്. അപ്പോൾ ദൈവം എന്നെയും എൻ്റെ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും പോറ്റുവാൻ വേണ്ടി വലിയൊരു വഴി തുറന്നു. എൻ്റെ വീട്ടിൽ എന്തായാലും വാടക കൊടുക്കണ്ട, ദൈവം മനോഹരമായൊരു ഭവനം തന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത്, ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമതൊരു സ്വപ്നം കണ്ടു, അമ്മച്ചിമാരെ നോക്കുന്ന. അപ്പോൾ ആ ഒരു അടുത്താണ് ഞങ്ങൾ ആ ഭാഗത്ത് പരസ്യമൊക്കെ നടത്താൻ പോയിട്ടുണ്ട്. പക്ഷേ ആ ഓൾഡേജ് ഹോം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഓൾഡേജ് ഹോമിലേക്ക് എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചതാ, വേറൊരു പാസ്റ്റർ ആശുപത്രി കിടന്നപ്പം പാസ്റ്റർ കൂടെ നിന്നതാണ് ഞാൻ. അപ്പോൾ ഈ ഓൾഡേജ് ഹോമിൽ ആ പാസ്റ്ററെ കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരാമോ? ഞാൻ ജോലിക്ക് പോയിട്ടില്ല. നമ്മൾ സുവിശേഷ വേല എന്നൊരു ജോലി മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലാത്ത ജോലി അറിയില്ല. അപ്പം അന്നേരം ഈ പാസ്റ്റർ പറഞ്ഞു, നീ വാ മോളെ, നീ നാളെ തന്നെ വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ, അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്നപ്പം അമ്മ എന്നെ വഴക്ക് പറഞ്ഞു, നിന്നെ അതിനാണോ വിളിച്ചേക്കുന്നത്? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നീ നിൽക്കാൻ, നീ അങ്ങനെ പോകാൻ പാടില്ല. ഞാൻ രാത്രിയിൽ കരയാൻ തുടങ്ങി. കർത്താവേ, നാളെ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ നോക്കിയിരിക്കും, അവിടെ ആരുമില്ല, ഈ ആൻറ്റി അങ്കിളും പിന്നെ ഈ അമ്മച്ചിമാർ മാത്രമേ ഉള്ളൂ. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യുമെന്നറിയില്ല. ഞാൻ രാത്രി ഉറങ്ങിയില്ല പക്ഷേ ഞാൻ കരയുക. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, എന്നെ ഒരു സുവിശേഷം കല്യാണം കഴിക്കുവാണെങ്കിൽ എനിക്ക് അവിടെ പോകണ്ട. അപ്പോൾ ഞാൻ അങ്ങനെ ഭാരപ്പെട്ട് കരഞ്ഞു രാത്രി മൊത്തം. നേരം വെളുത്തിട്ട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ, ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞു, അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് പോയില്ല. പിറ്റേ ദിവസം ഒരു ദിവസം കൂടെ അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവം എനിക്ക് എന്തെങ്കിലും വഴി തുറക്കും. ഒരു വിവാഹം ഇങ്ങനെ പറഞ്ഞു വെച്ചായിരുന്നു, അപ്പോൾ അത് നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് പോകണ്ടല്ലോ എന്നോർത്തിട്ട്. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ നല്ല അടുക്കളപ്പണി എടുക്കണം. ഞാൻ ഇതുവരെയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മുമ്പിൽ എല്ലാ കാര്യങ്ങൾക്കും ചാടിയോടി നിന്നാൾ പുറകിലോട്ട് പിന്നെ അവിടെ ഒരു അടുക്കളക്കാരിയായിട്ട് മാറി നിൽക്കണമല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ ദൈവം എന്നെ കാണിച്ചിട്ടുണ്ടല്ലോ, അത് അന്നേരം ചെയ്തല്ലോ പറ്റുള്ളൂ. അപ്പോൾ
അതുകൊണ്ട് എനിക്കൊരു ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ എന്നെ ചാച്ചൻ കൊണ്ടുവന്ന് ആ ഓൾഡ് ഏജ് ഹോമിൽ വിട്ട് ആ പാസ്റ്റർ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എൻ്റെ ചാച്ചൻ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോയി. അങ്ങനത്തെ ഒരു അവസ്ഥ ഞാൻ പോയിട്ടില്ലാത്തത് കൊണ്ട് ചാച്ചൻ തിരിച്ച് അങ്ങ് പോയി. ഞാൻ അവിടെ നിന്നു. കൊറോണ വന്നു, ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. ദൈവം എത്ര വിശ്വസ്തനാണ് പാസ്റ്ററെ. തൻ്റെ കുഞ്ഞുങ്ങളെ, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നവൻ. എൻ്റെ അച്ചായൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട് എനിക്കൊന്നിനും ബുദ്ധിമുട്ട് തന്നിട്ടില്ല. അതിനു മുമ്പ് ഒത്തിരി കഷ്ടതയെ കൂടി കടന്നു പോയതാണ്. പട്ടിണി, ഞാൻ പറഞ്ഞില്ലേ, പ്ലാവിൻ്റെ മൂട്ടിൽ ചെന്ന് ചക്കുക്കുരു പറക്കിക്കൊണ്ട് വന്ന് കഴിച്ചിട്ടുണ്ട്. കോവയുടെ ഇല മാത്രം മുറിച്ച് വെച്ച് അത് ഞാൻ കഴിക്കൂല, പുള്ളിക്കാരൻ തന്നെ കഴിക്കും, ഞാൻ കഴിക്കത്തില്ല. ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും നല്ല മരുന്ന് വാങ്ങിക്കാനോ നല്ല ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെയെല്ലാം പോയ സാഹചര്യം. പക്ഷേ അവർ മരിക്കാൻ സമയമായപ്പോൾ ഒന്നിനും ഒരു കുറവില്ലായിരുന്നു. അവരെന്തെല്ലാം ആഗ്രഹിച്ചുവോ അതെല്ലാം ദൈവം അവർക്ക് കൊടുത്തു. പക്ഷെ മരിച്ചു കിടക്കുമ്പോൾ അവർക്ക് വേണ്ടി സ്ഥലത്തിൻ്റെ കാര്യവും ദൈവം തമ്പുരാൻ, നീതിയുള്ള ദൈവം, വിശ്വസ്തനായ ദൈവം, അതും ചെയ്തു കൊടുത്തു. അപ്പം അങ്ങനെയായി. അതിനുശേഷം ഞാൻ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോയി. അവിടെ അമ്മച്ചിമാരുടെ കൂടെ, കുറേ സാധുവായ അമ്മച്ചിമാരുടെ കൂടെ എനിക്ക് ഒരു വർഷം നിൽക്കുക. അവർക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷമായിരുന്നു. അമ്മച്ചിമാർക്ക് കാന ഉണ്ടാക്കി കൊടുക്കുന്നു, അവരുടെ കൂടെ തുള്ളിച്ചാടുന്നു, അവരെ ആക്ഷൻ സോങ് പഠിപ്പിക്കുന്നു എന്ന് വേണ്ട, എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ആ ഒരു കൊറോണ സമയം എനിക്ക് ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല. എന്തെന്ന് പറഞ്ഞാൽ കൊറോണയൊന്നും എനിക്ക് ഒന്നുമില്ലായിരുന്നു, അറിയത്തില്ലായിരുന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് ഒന്നിനും ബുദ്ധിമുട്ടില്ലായിരുന്നു. എൻ്റെ വീട്ടിലാണെങ്കിൽ ഒന്നിനും ബുദ്ധിമുട്ടില്ല. അനേകരെ ഹെൽപ്പ് ചെയ്യുവാൻ അവിടുന്ന് 10,000 രൂപ എനിക്ക് അവർ സാലറി തന്നപ്പോൾ എനിക്ക് 10 ലക്ഷം രൂപ കിട്ടിയതുപോലെയായിരുന്നു. അപ്പോൾ എനിക്ക് മറ്റുള്ളവരെ സഹായിപ്പാനൊക്കെ സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തന്നു. അങ്ങനെ ആ സമയം കഴിഞ്ഞ് ഒരു വർഷത്തിലധികമായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഇനി മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. ഞാൻ അവരോട് പറഞ്ഞു ഇനി എന്നെയും കൊണ്ട് പറ്റില്ല, ഞാനൊരു മറ്റൊരു സ്ഥലത്തേക്ക് പോകാം, മറ്റൊരാളെ നിങ്ങൾ നോക്കിക്കോ. അപ്പം ഞാൻ വിചാരിച്ചൊരു ഇനി ഗൾഫിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാനൊരു പാസ്പോർട്ടൊക്കെ എടുത്ത് ശരിയാക്കി. മാർച്ച് മാസം 2021 മാർച്ചിൽ ഞാനെങ്കിൽ ഗൾഫിന് പോകാമെന്നൊക്കെ തയ്യാറായി. എല്ലാം ശരിയായി. അപ്പോഴും എന്നോട് അമ്മ പറഞ്ഞു നിന്നെക്കുറിച്ച് അതല്ല ദൈവത്തിൻ്റെ പദ്ധതി, ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക്. ഞാൻ പറഞ്ഞു ഞാൻ പോകും, ഞാൻ പണ്ടിങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്, പ്ലെയിനിൽ പോകുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എന്തായാലും എനിക്കൊന്ന് പോയേ പറ്റത്തുള്ളൂ, ജസ്റ്റ് കാണാൻ വേണ്ടിയെങ്കിലും ഞാൻ പോകും. പാസ്പോർട്ട് എടുത്തല്ലോ, എല്ലാം റെഡിയായി പോകാൻ ഒരുങ്ങിയപ്പോഴത്തേനും എനിക്ക് വീടിന് വേണ്ടി ലാസ്റ്റ് സമയത്തെല്ലാം പൂർത്തീകരിച്ചൊരു അങ്കിളുണ്ട്, ജോൺ ബി നൈന എന്ന് പറയും. ആ അങ്കിള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മേരിക്കുട്ടി നീ അങ്ങോട്ടൊന്നും പോകണ്ട, നീ ഇങ്ങോട്ട് വാ, എൻ്റെ പെങ്ങൾ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, നീ ഇവിടെ വാ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ആ അങ്കിളിൻ്റെ വീട്ടിലേക്ക്, നമ്മളെ സഹായിച്ചവരെ നമുക്ക് മറക്കാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് കുറച്ച് നാൾ, ഒരു 6 മാസം അവിടെ നിന്നു. പക്ഷേ എനിക്ക് അതും വലിയ അവരുടെ മോളായിട്ടും ഒരു സഹോദരിയെ പോലെ ഒരു പാസ്റ്റർ ഭാര്യ എന്ന എല്ലാ ഇതും എനിക്ക് അവിടെ ഉണ്ട്. ചർച്ചിലാണെങ്കിലും എല്ലാ കാര്യത്തിനും എനിക്ക് അവിടെ നല്ല എല്ലാ സാഹചര്യമൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഹൃദയത്തിനകത്ത് എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോഴൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങളെയും എന്നെയും കരുതുന്ന ഒരു ദൈവപുരുഷനെ ദൈവം ഒരുക്കണേ. ദൈവം കേൾക്കും പാസ്റ്ററെ, ദൈവം കേൾക്കും. ഞാൻ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് അമ്മച്ചി ഞാനും ഒറ്റയ്ക്കേ ഉള്ളൂ. അമ്മച്ചി അവിടെ നിന്ന് പ്രാർത്ഥിക്കുക, ഞാൻ എന്നിട്ട് വെളിയിലിറങ്ങി ഇങ്ങനെ അവിടെ ഇരുന്ന് ഞാൻ കരഞ്ഞ്, എനിക്ക് വല്ലാത്ത വിഷമം വന്നിട്ട് ഞാൻ കരഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ. അങ്ങനെ പറഞ്ഞ് തീരിയെ എനിക്കൊരു കോൾ വന്നു. എൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ മോൾ ഇതുപോലെ വിളിച്ചു. അപ്പം ഇന്നിപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ദേവദാസൻ അലക്സ് പാസ്റ്റർ തൻ്റെ പ്രിയപ്പെട്ടവള കൊറോണ സമയത്ത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായിത്തീർന്നു. അപ്പോൾ ആ അമ്മാമ്മയെ എനിക്കറിയാം, എൻ്റെ ചാച്ചൻ്റെ നാട്ടുകാർ വിളക്കുടി എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. പക്ഷേ പുള്ളിക്കാരനെ അറിയത്തില്ല, കേൾവിയുണ്ട്. ഇങ്ങനെ ഒരു ദേവദാസന് നാട്ടിലായിരുന്നല്ലോ, അവർ ഇവിടെയൊക്കെ ആണെന്നറിയാം. അപ്പോൾ എൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ ബന്ധത്തിൽപ്പെട്ടവരാണ് ഇവർ. അപ്പോൾ ഈ കേൾവിയുണ്ട്. പക്ഷേ എന്നെ ഇതിനു മുമ്പ് ഇവരെ ഇങ്ങനെ വിവാഹം ആലോചിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവർക്കറിയത്തില്ല. എനിക്ക് എൻ്റെ ചാച്ചൻ്റെ ചേട്ടനൊക്കെ അറിയത്തുള്ളൂ, വീട്ടുകാർക്ക് അറിയത്തുള്ളൂ, പക്ഷേ അച്ഛന് അറിയത്തുമില്ല. പക്ഷേ മറ്റേ പുള്ളിക്കാരി എനിക്കറിയാം, അമ്മമ്മയെ അറിയാം. അപ്പോൾ ഞാനിങ്ങനെ ഓൾഡ് ഏജ് ഹോമിലിരുന്ന് പണിയെല്ലാം കഴിഞ്ഞിട്ടിങ്ങനെ ചുമ്മാ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ ഈ അമ്മാമ്മയുടെ ഈ മരണത്തിൻ്റെ ഇത് കണ്ട്, അപ്പോൾ ഒരു ദേവദാസൻ ഒരു കുഞ്ഞിനെ 2 കുഞ്ഞുങ്ങളെയും പിടിച്ചിങ്ങനെ വലിയ വായിൽ കരയുന്നു. അത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. ഈ അമ്മാമ്മ എനിക്കറിയാമല്ലോ, പക്ഷേ ഈ പുള്ളിക്കാരനാണെന്ന് എനിക്കറിയത്തില്ല. കേൾവിയുണ്ട്, പക്ഷേ ഈ പുള്ളി ഇവരുടെ ഭാര്യയാണെന്ന് അല്ല, ആ അമ്മാമ്മയുടെ ഭർത്താവൊന്നും എനിക്കറിയില്ല.
പക്ഷെ ഞാൻ കുറേ കരഞ്ഞു. ഒരു സഹോദരൻ ഇങ്ങനെ മാസ്കൊക്കെ വെച്ച് നോക്കി നമ്മുടെ ഒത്തിരി പ്രായമൊക്കെ തോന്നി. 2 പെൺകുഞ്ഞുങ്ങളെയും കൂട്ടി ഇങ്ങനെ വെച്ച് വലിവായിലേ കരയുന്ന കണ്ടപ്പോഴത്തേന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നി. ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത്, ദൈവമേ, ഈ കുഞ്ഞുങ്ങളെ ഞാൻ നോക്കിക്കൊള്ളാം, ഈ മനുഷ്യനെ ഓർത്ത്, ഈ ദൈവദാസനെ ഒന്നും ഓർത്തില്ല. അന്നേരം അച്ഛൻ പാഷൊന്നും ആയിട്ടില്ല, ഞാൻ അങ്ങനെ ഓർത്തൊന്നുമില്ല. പക്ഷെ ഞാനിങ്ങനെ എൻ്റെ ഹൃദയത്തിനകത്ത് പറഞ്ഞു, അത് വിട്ടു. പിന്നെ നമുക്കത് ഓർക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഈ മരണമെല്ലാം കഴിഞ്ഞു. ഇവർ 2022 നാട്ടിൽ വന്നു. അപ്പോഴാണ് ഞാൻ അവിടെ ആ സ്ഥലത്ത് അമ്മച്ചിയുടെ കൂടെ നിൽക്കുമ്പോൾ എൻ്റെ ചാച്ചൻ്റെ ചേട്ടൻ്റെ മോള് ഇതുപോലെ വിളിക്കുന്നു, ഇതുപോലെ അലക്സിച്ച നാട്ടിലോട്ട് വരുന്നുണ്ട്, നീ ഒന്ന് വരാവോ. പിന്നെ ഞാൻ അറിഞ്ഞു ഇവരാന്നൊക്കെ അറിഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്നു കണ്ടു. അങ്ങനെ അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച സമയത്താണ് നാട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞതും വീട്ടിലേക്ക് വരുന്നു, അപ്പം നീ അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു, വീട്ടുകാരോടെല്ലാം പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി. എൻ്റെ കുഞ്ഞുങ്ങൾക്കും ദൈവഹിതമായതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്കും സന്തോഷമായി തീർന്നു. പിന്നെ ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ ഇവിടെയുമുണ്ട്, 2 പെൺമക്കളാണ്. ഇപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയിൽ രാജസ്ഥാനിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ചെറിയൊരു കൂട്ടം ഇവിടെയുണ്ട്. ഞങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടു കൂടിയായിരിക്കുന്നു. ഇവിടെ 2 പെൺകുഞ്ഞുങ്ങളാണ്. മൂത്തവൾ BD കഴിഞ്ഞു. അവളിപ്പോൾ അവിടെ 2 വർഷം ബോണ്ട് ചെയ്യണമായിരുന്നു. അങ്ങനെ ദറാദൂൺ ഭഗവാൻപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവൾ അവിടെ ആയിരിക്കുന്നു. പിന്നെ എൻ്റെ ഇവിടുത്തെ 2ാമത്തെ മോള് BAക്ക് 3rd year ആണ്. അപ്പം ആ കുഞ്ഞും സന്തോഷമായിരിക്കുന്നു. അവളേ ഉള്ളൂ ഞങ്ങളുടെ കൂടെ. പിന്നെ എനിക്ക് 2 മക്കളുള്ളത്. മോന മംഗലാപുരത്ത് നേഴ്സിങ്ങിന് 3ാം വർഷം പഠിക്കുന്നു. മോള് ഫിസിയോതെറാപ്പിക്ക് 2ാം വർഷം ഗുജറാത്തിൽ വഡോദരയിൽ പഠിക്കുന്നു. അങ്ങനെ 4 കുഞ്ഞുങ്ങൾ ദൈവം ഞങ്ങൾക്ക് തന്നു. ഇപ്പോൾ 2 വർഷത്തിൽ കൂടുതലായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് സന്തോഷമായിരിക്കുന്നു. വളരെ സന്തോഷം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു കീബോർഡൊക്കെ വായിച്ച്. എന്നെ ദൈവം കാണിച്ചായിരുന്നല്ലോ കീബോർഡ്, ഗിറ്റാർ, അതുപോലെ ഇപ്പം ഇരിക്കുന്ന ഈ വീട്. ഈ കല്യാണമൊക്കെ ആലോചിക്കുന്നതിന് മുമ്പ് ഈ വീട് എന്നെ കാണിപ്പാൻ ഇടയായിത്തീർന്നു. ഇതൊരു പഴയ വീടാണ്. 28 വർഷം കർത്താവിൻ്റെ വേല ചെയ്ത ആ പപ്പായുടെ മകനാണ് ഈ പ്രിയപ്പെട്ടവൻ. അപ്പോൾ ഈ 28 വർഷം താമസിച്ച ഈ വീട്ടിലാണ് ഞങ്ങൾ വരുന്നത്. അപ്പം ഇവർ ജയ്പൂരായിരുന്നു. എത്രയോ വർഷങ്ങളായിട്ട് 10-45 വർഷമായി രാജസ്ഥാനിൽ തന്നെയാണ്. 10-30 എത്ര വർഷങ്ങൾ കൊണ്ട് ഒരു വർഷിപ്പ് ലീഡറായിട്ട് ജയ്പൂർ ആയിരുന്നു. അവിടെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടും ഇരുന്നതായിരുന്നു. പക്ഷേ പപ്പ പ്രായമായി, പപ്പ നാട്ടിലേക്ക് പോയി. അപ്പോഴേ എൻ്റെ വിവാഹവും വന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവ് എനിക്കൊരു സുവിശേഷകനെ ഒരുക്കണമേന്നാണ് പ്രാർത്ഥിച്ചത്. മരണമെന്ന് പറയുന്നത് നമ്മുടെ കയ്യിലല്ലല്ലോ പാസ്റ്റേ. പലപ്പോഴും ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കും, അങ്ങനെ ഒരു അവസ്ഥ വേണ്ട കർത്താവേ. അവനവൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവരവരുടെ മാതാപിതാക്കൾ തന്നെയാണ് നല്ലത്. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം ജനനത്തിൽ തന്നെ മരണവും ജനനവും ഒക്കെ ദൈവം നിരൂപിച്ചാണല്ലോ വിടുന്നത്. പക്ഷേ ദൈവം ഞങ്ങളെ കൂട്ടി യോജിപ്പിച്ച് മുന്നമേ ദൈവം തീരുമാനിച്ചതാണ്. എന്തുകൊണ്ട് 1998 ഞങ്ങൾക്ക് യോജിപ്പിച്ചില്ല ദൈവം? അന്ന് എനിക്ക് എൻ്റെ ഫസ്റ്റിലത്തെ പ്രിയപ്പെട്ടവനായിരുന്നു. അന്ന് ഇവർ പാസ്റ്ററല്ല, അന്നത്തെ അച്ഛൻ്റെ ഭാര്യയായിരുന്നു അവർക്ക് യോജിച്ചത്. അതുകൊണ്ട് 2 പേരെയും അങ്ങനെ യോജിപ്പിച്ചു. പക്ഷേ പിന്നീട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ദൈവം ഞങ്ങളെ ഒരുമിച്ച് യോജിപ്പിച്ചു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. അവരിന്നൊരു അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസനായി 3 വർഷത്തോളം ആകുന്നു. ഇവിടെ ഫിലദൽഫിയ ചർച്ചിൻ്റെ പാസ്റ്ററായിട്ടിരിക്കുന്നു. നല്ലൊരു മ്യൂസിക് ടീച്ചറാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സൗമ്യനായ, എൻ്റെ ഫസ്റ്റ് പാസ്റ്ററും നല്ലൊരു സൗമ്യനായ മനുഷ്യനായിരുന്നു. ഇതും അത് തന്നെ സൗമ്യനായ. എൻ്റെ കുഞ്ഞുങ്ങളൊന്നും ഇവിടെ അങ്ങനെയില്ല. ഞങ്ങൾക്ക് 4 കുഞ്ഞുങ്ങളാണ്. ഞങ്ങളുടെ 2 പേരുടെയും കല്യാണം 1999 എൻ്റെ ജനുവരി 21 അച്ഛൻ്റെ കല്യാണം അതേ വർഷം ഫെബ്രുവരി 14 പത്തനാപുരത്ത് ഒരു ജോർജ് മുനപ്പച്ചനാണ് കല്യാണം നടത്തി തന്നത്. ഞങ്ങളെ 2 പേരെ ഞങ്ങൾക്കറിയില്ല അതൊന്നും. പിന്നീട് ഇപ്പോഴാണ് അതൊക്കെ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 26 വർഷമായി 2 പേരുടെയും ഒരേപോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ ഭാര്യയുടെ പേര് മേരിക്കുട്ടി എന്നാണ്, എൻ്റെ പേരും പേരിക്കുട്ടി എന്നാണ്. അപ്പോൾ അവർക്ക് ഒന്നും കുറയാതെ ദൈവം തമ്പുരാൻ കർത്താവ് കൊടുത്തു. എനിക്ക് ഒരു സന്തോഷം എന്നുള്ളത്, എനിക്ക് കീബോർഡൊക്കെ വായിച്ച് പാടുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് ഞാൻ കൺവെൻഷന് പാടും, കീബോർഡ് ഒരു വഴി കൂടെ പോകും, ഞാൻ എൻ്റെ വഴി കൂടെ പോകും. അങ്ങനെയൊക്കെയായിരുന്നു. വയനാട്ടിലൊക്കെ എല്ലാ കാര്യത്തിനും എനിക്ക് സമയം തരും അവർ. സെൻട്രലിലായാലും കല്യാണ കാര്യങ്ങൾക്കൊക്കെ ആയാലും എനിക്ക് സമയം കിട്ടുമായിരുന്നു. അപ്പോൾ ഇന്ന്
അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ എനിക്ക് നല്ലൊരു കീബോർഡൊക്കെ വായിക്കുന്ന നല്ലൊരു ദൈവദാസനെ ദൈവം എനിക്ക് ഒരുക്കി തന്നു. ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുന്നു. ദൈവമക്കളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും കർത്താവിൻ്റെ മേലിട്ടുകൊള്ളുക. എല്ലാം ഞാൻ അപ്പൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചായിരുന്നു. ഇന്നുവരെയും അങ്ങനെയാ, വിശ്വാസത്തിൽ ജീവിക്കുക. കർത്താവെ, പിന്നെ ഈ വിവാഹമൊക്കെ ആലോചിച്ചപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ദൈവമേ, ഈ ഞങ്ങളൊരു ബാധ്യതയാണല്ലോ, 2 കുഞ്ഞുങ്ങളും ഞാനും മാത്രമല്ല എൻ്റെ മാതാപിതാക്കളും ഉണ്ട്. അപ്പോൾ ഇത്രയും പേര് ഇവർക്കൊരു ബാധ്യതയായി തീരുമല്ലോ എന്നോർത്ത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവനോട് ഞാൻ പറഞ്ഞു, അപ്പോൾ നമുക്കിത് തുടരാൻ പറ്റത്തില്ല. എന്തെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ എല്ലാ കാര്യങ്ങളും ഞാൻ നിൽക്കുന്നിടത്താണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം നന്നായി നടപ്പാനിടയായിത്തീരും, നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിത്തീരും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞില്ല, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മാതാപിതാക്കളില്ല എങ്കിൽ കർത്താവിൻ്റെ വേലയില്ല. അതുപോലെ തന്നെ ബാധ്യത എന്നൊരു കാര്യം ഇവിടെയില്ല. ദൈവം നമ്മളെ യോജിപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടും. ബാക്കിയെല്ലാം കർത്താവ് കരുതിക്കൊള്ളും. ഇന്ന് വരെയും 3-4 കുഞ്ഞുങ്ങളെയും ഹയർ സ്റ്റഡിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. 4 പേരുടെയും വിദ്യാഭ്യാസം നടക്കണം, എല്ലാ കാര്യങ്ങളും നടത്തണം. ഒരാളിപ്പോൾ കഴിഞ്ഞു, ഇനി 3 കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം. ഇതെല്ലാം കൂടെ ആകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് എനിക്ക് തോന്നിയെങ്കിലും സ്വർഗസ്ഥനായ ദൈവം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അതാത് സന്ദർഭങ്ങളിൽ അന്നും ഇന്നും ഏലിയാവിൻ്റെ കാക്ക ഒരുപോലെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഫീസ് കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ട സമയങ്ങളിൽ തമ്പുരാൻ അതാത് സമയങ്ങളിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാറുണ്ട്. ഒരു ഭാരമായി തീരാതെ വണ്ണം ദൈവം ഞങ്ങളെ നടത്തി. ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് പറയാറുണ്ട്, മക്കളെ, കർത്താവിന് വേണ്ടി എത്രത്തോളം പ്രയോജനപ്പെടാമോ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും നന്നായിട്ട് പാട്ട് പാടുന്നതാണ്. 3ാമത്തെ മോള് ഇപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളവൾ നന്നായിട്ട് കീബോർഡ് വായിക്കും, നന്നായിട്ട് പാടും, എല്ലാം അറിയാം. ഡ്രം, കീബോർഡ്, ഗിറ്റാർ എല്ലാം വായിക്കാൻ എല്ലാം അവൾക്കറിയാം. സ്വന്തമായിട്ട് അവൾ പഠിച്ചതാണ്. എല്ലാ കുഞ്ഞുങ്ങളും പാട്ട് പാടുന്നവരാണ്. അങ്ങനെ നല്ലൊരു ഫാമിലിയാണ് ദൈവം ഞങ്ങൾക്ക് തന്നത്. അതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. കൂരിൽ താഴ്വര കൂടിയൊക്കെ പോയപ്പോൾ, തീച്ചൂളയുടെ നടുവിലൂടെ എല്ലാം കടന്നു പോയപ്പോൾ, ഹല്ലേലൂയ, വെന്തു പോകാതെ വണ്ണം, താണു പോകാതെ വണ്ണം, തളർന്നു പോകാതെ വണ്ണം ഇത്രത്തോളം ജയോത്സവമായി നടത്തിയ ദൈവത്തിന് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കൊരു അനുഗ്രഹമായി തീരട്ടെ. ഞാനിങ്ങനെ പ്രാർത്ഥിപ്പാൻ ഇടയായിത്തീർന്നു. എൻ്റെ സാക്ഷ്യത്തിൻ്റെ മാഹാത്മ്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു വാക്ക് ഒരു ഹൃദയത്തിൽ ടച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിനൊരു മാറ്റം, ദൈവം നല്ലവനാണ്, ദൈവം വിശ്വസ്തനാണ്, ദൈവം നമ്മളെ രക്ഷിപ്പാൻ ശക്തനാണ്. അവൻ വാക്ക് പറഞ്ഞിട്ട് നമ്മളെ വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല. കണ്ണുനീർ കൂടി കടന്നു പോകുമ്പോൾ അവൻ നമ്മളെ കണ്ടിട്ട് കാണാതെ പോകുന്ന ദൈവമല്ല. ആ ദൈവം നമ്മളെ അന്ത്യത്തോളം കാക്കുവാൻ വിശ്വസ്തനാണ്. ഇന്ന് ഞാൻ ഇവിടെ എത്തിത്തീർന്നത് ദൈവത്തിൻ്റെ മഹാസ്നേഹമാണ്, പ്രിയപ്പെട്ട ദൈവമക്കളെ. അതുകൊണ്ട് ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരട്ടെ. അല്ലെങ്കിൽ ഒരു വ്യക്തിയെങ്കിലും ഇത് കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിന് ഒരു വേദനയോടുകൂടി ആയിരിക്കുമെങ്കിൽ, അല്ലെങ്കിൽ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, അവൻ നമ്മൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. നാം നിന്നുകൊടുത്താൽ മാത്രം മതി. അവൻ്റെ ഉള്ളം കയ്യിൽ നമ്മളെ വഹിക്കും. ഹല്ലേലൂയ, നമ്മളെ നടത്തും, നമ്മളെ പരിപാലിക്കും. ആ മാർവോട് ചേർത്തുകൊണ്ട് നമ്മളെ പരിപാലിച്ച് നടത്തുന്ന ആ നല്ല നാഥൻ്റെ സ്നേഹത്തെ ദിനംതോറും ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ വരവ് വരെ നമുക്ക് വിശ്വസ്തയോടെ നിൽപ്പാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ പാസ്റ്ററോടും കുടുംബത്തോടുമുള്ള നന്ദിയും വന്ദനവും ഞാൻ അറിയിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. വളരെ ഹൃദയസ്പർശിയായ ചില അനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവസന്നിധിയിൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, ദൈവം കൊണ്ടുവന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മേരിക്കുട്ടി സിസ്റ്ററിൻ്റെ ബാല്യം മുതൽ ഇന്ന് വരെ ദൈവത്തിൻ്റെ കരുതൽ തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ആയിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ്, അപ്പോൾ മറുവശത്ത് കിട്ടിയ അവസരം ഒട്ടും നഷ്ടമാക്കാതെ മദ്യപാനത്തിനടിമയായി തീർന്ന ഒരു പിതാവിൻ്റെ തകർന്ന ജീവിതം, അതിൻ്റെയൊക്കെ നടുവിൽ ദൈവം കൈവിടാതെ കർത്താവിൻ്റെ കരങ്ങളാൽ സംരക്ഷിക്കപ്പെട്ട് വളർന്നു വന്ന ബാല്യം, യൗവനം,
പിന്നത്തേതിലെ കർത്താവിനെ കണ്ടുമുട്ടാൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം, അനുഗ്രഹിക്കപ്പെട്ടതായ വളരെ പ്രതീക്ഷകളോടുകൂടി ആരംഭിച്ച കുടുംബജീവിതത്തിൽ പെട്ടെന്നുണ്ടായതായ തിക്ത അനുഭവങ്ങൾ, അതിഭയങ്കരമായ ചില കൂരിരുളിൻ്റെ അനുഭവങ്ങൾ കൂടി കടന്നു പോകേണ്ടി വന്നു. പക്ഷേ ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചറിയുവാൻ പിന്നെയും കർത്താവ് സഹായിച്ചു. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഇന്ന് രാജസ്ഥാനിൽ കർത്താവിൻ്റെ വേരെയുള്ള ബന്ധത്തിലായിരിക്കാൻ പിന്നെയും ദൈവം ഒരു കുടുംബജീവിതത്തിലേക്ക് ദൈവം മടക്കി വരുത്തി. വലിയ ഒരു നികത്താനാകാത്ത ഒരു വിടവ് ജീവിതത്തിൽ വന്നുവെങ്കിലും അതിനെയൊക്കെ ദൈവം ഇന്ന് കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റി ജീവിതത്തിലെ സമാധാനവും സന്തോഷവും തന്ന് കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുവാൻ കഴിഞ്ഞതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസിയുടെ ജീവിതം പോലെ പല പ്രിയപ്പെട്ടവരുടെയും ജീവിതം ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ പലർക്കും ഓർത്തെടുക്കുവാൻ കഴിയും. എന്നാൽ കൈവിടാത്ത, കരുതുന്ന, കൂടെയിരിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്നുള്ള വ്യക്തമായ ഉത്തമമായ ബോധ്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷെങ്കിൽ നമ്മോടെല്ലായ്പ്പോഴും കൂടെ ഇരിക്കാമെന്ന് പ്രോമിസ് ചെയ്ത ജീവിത പങ്കാളി അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പ്രിയപ്പെട്ടവർ ആ ജീവിതയാത്രയിൽ നമ്മെ കൈവിട്ടേക്കാം. നാം ഒറ്റപ്പെടുന്ന ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ ജനനത്തിന് മുന്നമേ നമ്മെ കണ്ട, നമ്മെക്കുറിച്ച് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു പദ്ധതിക്കായിട്ട് ദൈവം തിരഞ്ഞെടുത്തു എങ്കിൽ ആ പദ്ധതിയിൽ പൂർത്തീകരിക്കുന്നത് വരെ കൂടെയിരിക്കുന്ന, മരണത്തിനപ്പുറത്തേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഒരു കർത്താവാണ് നമ്മുടെ യേശു കർത്താവ്. ആകയാൽ ഈ ലോകത്തിലെ കഷ്ടം, കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടപ്പെട്ടവരാണ്, മറക്കാനാകാത്ത അനുഭവങ്ങളാണ്. എന്നാൽ മരണമെന്ന ആ ഒരു അനുഭവത്തിലൂടെ കയറിയിറങ്ങുമ്പോൾ ജീവിതത്തിൽ വലിയ വേദനകൾ ഉളവാക്കും. എന്നാൽ അതിനപ്പുറത്ത് നമ്മോട് കൂടെ ഇരിക്കുന്ന, മരണത്തെ ജയിച്ച ഒരു കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് ആ കർത്താവിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. ആ കർത്താവിൻ്റെ മടങ്ങി വരവ് ഏറ്റവും ആസന്നമായിരിക്കൊണ്ട് ആ പ്രത്യാശയോടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിപ്പാൻ പ്രിയ മേരിക്കുട്ടി സിസ്റ്ററിനെയും കുടുംബത്തെയും കർത്താവ് സഹായിക്കട്ടെ. കേൾവിക്കാരാകുന്ന പ്രേക്ഷകരെ ദൈവം സഹായിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നാം ആയിരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമേനെ. പ്രിയ കർത്താവിൻ്റെ ദാസി, പ്രിയ മേരിക്കുട്ടി സിസ്റ്റർ അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ സമയം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ അൻപുള്ള പ്രിയ പിതാവേ, ഈ മനോഹരമായ നല്ല നിമിഷത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇത്രത്തോളം സമയം കർത്താവെ ഞങ്ങൾക്ക് ദൈവമായ കർത്താവ് സഹായിച്ചുവല്ലോ. ദൈവമേ, അടിയനിൽ കൂടി കേട്ട ഈ സാക്ഷ്യം കർത്താവ്, അടിയനെ പോലെ വേദനയിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട്. കർത്താവ്, കഷ്ടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരുണ്ട്. അവർ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. അവരുടെ വേദനകളെ മാറ്റുന്ന നല്ലൊരു കർത്താവ് ജീവിക്കുന്നുണ്ടെന്ന് പിന്നെയും മനസ്സിലാക്കുവാൻ, കഷ്ടങ്ങൾ വന്നാലും തള്ളിക്കളയാതെ വണ്ണം നമ്മളോട് കൂടെ ഇരിക്കുന്ന നല്ലൊരു അരുമനാഥനുണ്ടെന്ന് മനസ്സിലാക്കുവാൻ തക്കണം കർത്താവ് പ്രിയപ്പെട്ടവരെ ഇടയാക്കണമേ. ദൈവം അവരെല്ലാം സഹായിക്കണമേ. ഇതെല്ലാവർക്കും ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ മേരിക്കുട്ടി സിസ്റ്റർ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസിയോടും കുടുംബാംഗങ്ങളുള്ളതായി നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ മാന്യ പ്രേക്ഷകരുള്ളതായി നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ.
അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമമായി കൂടെ മുഹാന്തരമായി തിരുമല്ല. മാത്രമല്ല നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങൾ വിശദാംശങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com